ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു മാക്സിഡോ. ഇറ്റ്സ് മീ അമാൻ. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് SSLC മോഡൽ എക്സാമിന് വരുന്ന ഇമ്പോർട്ടന്റ് ടോപ്പിക്സുകൾ ഒന്ന് ചർച്ച ചെയ്യാൻ ഉള്ളതാണ്. പല ക്വസ്റ്റ്യൻസിലും ഇത്തരത്തിലുള്ള ഈ ടോപ്പിക്കുകൾ കണ്ടിട്ടുണ്ട്. ഇത് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഈ ടോപ്പിക്സുകളൊക്കെ ഒന്ന് കവർ ചെയ്യാം. അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, റിനൈസൻസ് നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിലെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. എന്താണ് റിനൈസൻസ് എന്ന് പറഞ്ഞാൽ ആ ചാപ്റ്ററിലെ ഒരു പകുതി കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുള്ളൂ. എന്താണ് റിനൈസൻസ്? ഇത് യൂറോപ്പിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റിനൈസൻസ്, നവോത്ഥാനം എന്ന് പറയുന്നത്. ഇതൊരു സാമൂഹിക സോഷ്യൽ ആൻഡ് എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സ്പിയേഴ്സ് ഓഫ് യൂറോപ്പ്. ഈ റിനൈസൻസ് നടന്നിട്ടുള്ളത് എവിടെയാണ്? ഇറ്റലിയിലാണ് ഇത് പ്രധാനമായിട്ടും നടന്നിട്ടുള്ളത്. ഇറ്റലി നവോത്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട സ്ഥലം ഇറ്റലിയിലാണ്. യൂറോപ്പിലെ പ്രധാനപ്പെട്ട നഗരമായ ഇറ്റലിയിലാണ്. അവിടെ ഉണ്ടാകാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പ്രാചീന റോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു ഇറ്റലി. പഴയകാല ചരിത്രത്തില് റോമ സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്നു ഇറ്റലി നിലനിന്നിരുന്നത്. അവിടെ ചില മാറ്റങ്ങൾ സംഭവിച്ചു. പഴയകാല യൂറോപ്പിൽ നടമാടിയിരുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, അവര് ഒരു ഇരുണ്ട കാലഘട്ടത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. ആ കാലഘട്ടത്തിൽ അതിനെ മാറ്റി ഒരു പുതിയ തരത്തിലുള്ള ഒരു ചിന്താരീതി ഇറ്റലിയിൽ കൊണ്ടുവന്നു. അതിനെയാണ് നവോത്ഥാനം എന്ന് പറയുന്നത്. യൂറോപ്പ് ഇന്നും അതിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കാൻ കാരണം ആ കാലഘട്ടത്തിൽ നവോത്ഥാനം വലിയ തോതിൽ പങ്കുവഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി എന്താണ് നവോത്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്, റിനൈസൻസിന്റെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഒന്ന്, ഹ്യൂമനിസം, മാനവികതയാണ്. മനുഷ്യന്റെ മൂല്യങ്ങൾക്ക് പ്രാധാന്യം, അവിടെ മനുഷ്യനാണ് പ്രാധാന്യം. അതാണ് ഹ്യൂമനിസം എന്ന് പറയുന്നത്. റിനൈസൻസിന്റെ ഒന്നാമത്തെ ഫീച്ചറും അത് തന്നെയാണ്, ഹ്യൂമനിസം. മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങൾക്ക്, മനുഷ്യന്റെ സൃഷ്ടികൾക്ക്, അതിനൊക്കെ പ്രാധാന്യം നൽകുന്നതിനെയാണ് ഹ്യൂമനിസം എന്ന് പറയുന്നത്. ഇനി പിന്നെ ഗ്രോത്ത് ഓഫ് അർബൻ ലൈഫ്, നഗരപ്രദേശങ്ങൾ അല്ലെങ്കിൽ നഗരജീവിതം ഉയർന്നു വന്നു ആ കാലഘട്ടത്തിൽ, റിനൈസൻസ് കാലഘട്ടത്തിൽ. അതേപോലെ ഒരു പണാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ ഒരു മോണിറ്ററി എക്കണോമി ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. സാമ്പത്തികപരമായിട്ട് വളരെ പിന്നോക്കം നിന്നിരുന്ന ആ യൂറോപ്പില് വലിയ തോതിലൊരു പണത്തിനധിഷ്ഠിതമായിട്ടുള്ള ഒരു സാമ്പത്തിക വ്യവസ്ഥ, കച്ചവടമൊക്കെ നടന്നിട്ട് വലിയ തോതിലൊരു നല്ലൊരു സമ്പദ് വ്യവസ്ഥ അവിടെ ഉണ്ടായി എന്നുള്ളതാണ്. പിന്നെ പ്രോഗ്രസ് ഓഫ് ട്രേഡ്, പണം മെച്ചപ്പെടണമെങ്കിൽ അവിടെ കച്ചവടങ്ങൾ നടക്കണം, എക്സ്ചേഞ്ചുകൾ നടക്കണം, ഗുഡ്സിന്റെ എക്സ്ചേഞ്ചുകൾ നടക്കണം. അവിടെ ഒരു നല്ലൊരു റിനൈസൻസ് കാലഘട്ടത്തിൽ കച്ചവടത്തിന് ഒരു പ്രോഗ്രസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ റീജിയണൽ ലാംഗ്വേജ്, പ്രാദേശിക ഭാഷകൾക്ക് അവിടെ ഒരു ഉയർച്ച ഉണ്ടായി. അതുപോലെ തന്നെ പുതിയ ദേശരാഷ്ട്രങ്ങൾ അവിടെ ഉയർന്നു വന്നു. അതുപോലെ തന്നെ റേഷണലിസം, അതുപോലെ തന്നെ ആർട്സിനും സയൻസിനും യുക്തിചിന്ത, അവിടെ റേഷണൽ മനുഷ്യന്റെ യുക്തിക്ക് അവിടെ പ്രാധാന്യം നൽകി. ദൈവികമായിട്ടുള്ള എല്ലാം ദൈവത്തിന്റെ അധിഷ്ഠിതമായിട്ടായിരുന്നു ആ കാലഘട്ടത്തിൽ യൂറോപ്പ് ഉണ്ടായിരുന്നത്. മനുഷ്യന്റെ ഒരു യുക്തി ഉണ്ടാവുമല്ലോ ഓരോ കാലഘട്ടത്തിൽ, ഓരോ പ്രശ്നത്തിനും ഓരോ കണ്ടുപിടുത്തത്തിനും. അത്തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ നവോത്ഥാന കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട്. ഇപ്പോൾ കോപ്പർനിക്കസിനെ പോലെ, ഗലീലിയെ പോലെ റിനൈസൻസ് കാലഘട്ടത്തിൽ ഒരുപാട് സയന്റിസ്റ്റിന്റെ യുക്തികരമായിട്ടുള്ള ചിന്തകൾ ആ കാലഘട്ടത്തിൽ വന്നിട്ടുണ്ട്. അതിനെയാണ് റേഷണലിസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആർട്സ് ആൻഡ് സയൻസ്, കലകൾക്ക് വലിയ തോതിൽ ഏതൊക്കെയാണെന്നുള്ളത് നമ്മളെ ഈ പാഠത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേർഡുകൾ വരും. ഏതൊക്കെയാണ്? ചിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സാഹിത്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെയാണ് റിനൈസൻസിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സുകൾ. അപ്പോ ഒന്ന് ഓർത്ത് വെക്കുക, റിനൈസൻസിന്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയും പോയിന്റുകൾ നിങ്ങൾ എഴുതി വെക്കുക. ഇനി അടുത്തത്, എന്തുകൊണ്ട് ഇറ്റലി എന്തുകൊണ്ട് വലിയ മറ്റ് രാജ്യങ്ങളുമായിട്ട് വ്യത്യസ്തമായിട്ട് ഇറ്റലി എന്തുകൊണ്ടാണ് ഈ നവോത്ഥാന കാലഘട്ടത്തിൽ മുന്നേറിയത് എന്നുള്ളതാണ്. ഇറ്റാലിയൻ നഗരങ്ങൾ എന്ത് ചെയ്തു? ഇൻഡിപെൻഡന്റ്, വെൽത്തി ആൻഡ് ഡൈനാമിക്.
അവര് സ്വതന്ത്രവും സമ്പന്നതയുമുള്ള ഊർജ്ജസ്വലമായിട്ടുള്ള ഒരു കൺട്രിയായി മാറി ഇറ്റലി. അവർക്ക് എന്താണ്, സ്വതന്ത്രരാണ് അവര്. അതുപോലെ തന്നെ നല്ല സമ്പത്തുണ്ട്, കച്ചവടത്തിലൊക്കെ നല്ല സമ്പത്ത് അവർക്ക് നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു എനർജി ഉള്ള ഒരു പീപ്പിൾ ആയിരുന്നു ഇറ്റാലിയൻ പീപ്പിൾ. അത് പിന്നെ ഇവർക്ക് ബാങ്കിങ് അറിയാമായിരുന്നു, ഇൻഷുറൻസ് ആയിരുന്നു, അതുപോലെ തന്നെ ബുക്ക് കീപ്പിംഗ് സിസ്റ്റം, അങ്ങനെ ഒരു സിസ്റ്റം അവർ നടപ്പില്ല. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ബാങ്ക്, ഒരു സമ്പദ് വ്യവസ്ഥയെ ഏറ്റവും കൂടുതൽ ഇതാക്കുന്നത് അവിടുത്തെ ബാങ്കിങ് സിസ്റ്റംസ് ആണ്. സമ്പത്തിനെ നിയന്ത്രിക്കുന്നത് ബാങ്കിങ് സിസ്റ്റംസ് ആണ്. അതുപോലെ തന്നെ ഇൻഷുറൻസുകൾ നിങ്ങൾക്കറിയാം, ഒരു പ്രൊട്ടക്ഷൻ ആണ് നമുക്ക് എപ്പോഴും ഇൻഷുറൻസ് തരുന്നത്. അതുപോലെ തന്നെ ബുക്ക് കീപ്പിംഗ് സിസ്റ്റം എല്ലാം റെക്കോർഡ് ചെയ്യപ്പെട്ട ഒരു സിസ്റ്റം അവിടെ ഇറ്റലിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ അടുത്തത് വാണിജ്യത്തിലൂടെ ഇറ്റാലിയൻ വ്യാപാരികൾ വലിയ തോതിൽ സമ്പത്ത് അവിടെ ഗുഡ്സുകൾ എക്സ്ചേഞ്ച് ചെയ്തിട്ട് അവിടെ എന്താണ്, വലിയ ഇറ്റാലിയൻ നഗരങ്ങൾ, ഇറ്റാലിയൻ വ്യാപാരികൾ വലിയ തോതിൽ സമ്പന്നരായി തീർന്നു. പിന്നെ വാണിജ്യവൽക്കരണം, മധ്യകാല ഫ്യൂഡൽ വ്യവസ്ഥകളുടെ തളർച്ച, ഫ്യൂഡൽ സിസ്റ്റംസ്. യൂറോപ്പിലെ ഏറ്റവും വലിയ ഒരു ബാക്കൗട്ട് അടിച്ചത് ഒരു ഫ്യൂഡൽ സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നു മധ്യകാലഘട്ടത്തിൽ. ഒരു ഡിവൈഡ് ചെയ്തിട്ടുള്ള റൂളായിരുന്നു ഫ്യൂഡൽ സിസ്റ്റം. ആ ഫ്യൂഡൽ സിസ്റ്റത്തിൽ നിന്ന് മാറിയിട്ട് ഒരു കൊമേഴ്സ്യലൈസേഷൻ അല്ലെങ്കിൽ ഒരു വാണിജ്യവൽക്കരണ സമൂഹമായിട്ട് ഇറ്റലി മാറി. ഇത്തരത്തിലുള്ള 4 കാര്യം, ഇതൊരു 2 മാർക്കിന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. എന്തുകൊണ്ടാണ് ഇറ്റലി വ്യത്യസ്തമായി മാറിയത് മറ്റ് രാജ്യങ്ങളുമായി? ഓക്കെ, ഇനി അടുത്തത് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഫാമിലീസ്? ഇതൊരു 1 വേർഡുകൾ ക്വസ്റ്റ്യൻ ആണ്. ഇറ്റാലിയൻ ഫാമിലീസ് പ്രധാനമായിട്ട് സിറ്റികളായി മാറിയത് ഏതൊക്കെയാണ്? ഫ്ലോറൻസ്, മെഡിസി എന്തായി, ഫ്ലോറൻസ് ആയി മാറി, സിറ്റീസ് ആയി മാറി. പിന്നെ സ്ഫോസ മിലാനായി മാറി. ഫർണസ് പാർമ, ഒർസിനി നാപ്പിൾസ്, വിസ്കോണ്ടി മിലാൻ. ഇത്രയും കാര്യങ്ങളാണ് മേജർ സിറ്റീസ് ആണ് ഇറ്റലിയിലെ പ്രധാനപ്പെട്ട സിറ്റീസ് ആണ് ഇത്, നഗരങ്ങളാണ് ഇത്. ഫ്ലോറൻസ് ഒക്കെ റിനൈസൻസ് കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരമാണ്. അതുപോലെ തന്നെ മിലാൻ, ഈ ഫുട്ബോളിലൊക്കെ പ്രധാനപ്പെട്ട ക്ലബ്ബുകളൊക്കെ ഉണ്ട്, ഇന്റർ മിലാൻ, AC, അത് ഓർത്തു വെച്ചാൽ മിലാൻ കിട്ടും, ഇന്റർ മിലാൻ, AC മിലാൻ. അതുപോലത്തെ പ്രധാനപ്പെട്ട ക്ലബ്ബുകളില്ലേ, അതൊക്കെ അവിടുത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളാണ്. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക ഏതൊക്കെയാണ് ആ നഗരങ്ങൾ എന്നുള്ളത്. ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇറ്റലിയിലെ ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട പെയിന്റേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഒന്ന് ജിയോട്ടയാണ്. ഇതിന്റെ ചിത്രങ്ങളിലാണ് ആദ്യമായി ഒരു ഗ്രീക്കോ റോമൻ സ്വാധീനം ആദ്യമായിട്ട് ചെലുത്തിയത്. ഒരു ആർട്ടിൽ ഡിഫറെന്റ് ആയിട്ടുള്ള കൾച്ചറുകളുണ്ട്, ഇൻഡോ ഇസ്ലാമിക് എന്നൊക്കെ പറയുന്നത്. താജ്മഹൽ അത് വേറൊരു സ്റ്റൈലാണ്. അതുപോലെ ഒരു ഗ്രീക്കോ റോമൻ സ്റ്റൈൽ, അതൊരു സ്റ്റൈലിന്റെ പ്രധാനപ്പെട്ട പേര്. ആ സ്റ്റൈൽ ആദ്യമായിട്ട് കൊണ്ടുവന്ന ജിയോട്ടാണ്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കും, ആരാണ് ആദ്യമായിട്ട് ഗ്രീക്കോ റോമൻ സ്റ്റൈൽ കൊണ്ടുവന്നത്? അതാരാണ്? ജിയോട്ടോയാണ്. ഇനി മെസാച്ചിയോ, അദ്ദേഹത്തിന്റെ പിൽക്കാലത്ത് ചിത്രകലാ രംഗത്തേക്ക് കടന്ന എല്ലാവരും ആയിരുന്നു. അദ്ദേഹത്തിന്റെ ചുമർ ചിത്രങ്ങൾ അതുപോലെ തന്നെ വൃത്താകാരത്തിലുള്ളവയായിരുന്നു. അതുപോലെ പ്രതലത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു ഫീച്ചർ എന്ന് പറഞ്ഞാല് ദൈനംദിന ജീവിതാനുഭവങ്ങൾക്ക് വരുന്ന മനുഷ്യരൂപങ്ങളെയാണ് തന്മയത്തോടെ മനുഷ്യന്റെ രൂപങ്ങള്, ദൈനംദിന ജീവിതത്തിൽ ഇടപെടുന്ന മനുഷ്യന്റെ ചിത്രങ്ങളാണ് അദ്ദേഹം വരച്ചത്. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് നമ്മളെ ലിയോനാർഡോ ഡാവിഞ്ചി. ഇപ്പോ ഡാവിഞ്ചിയുടെ പ്രധാനപ്പെട്ട ചിത്രങ്ങൾ അല്ലെ, അന്ത്യത്താഴ്, ലാസ്റ്റ് സപ്പർ, മൊണാലിസ, വർണ്ണനിഴൽ എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മൊണാലിസ. അത് എല്ലാവർക്കും അറിയുന്ന ഒരു ചിത്രമാണ് മൊണാലിസ, വളരെ ഫേമസ് ആയിട്ടുള്ളത്. മനുഷ്യ ശരീരത്തെ കുറിച്ചിട്ട് അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അത്ഭുതം, ഭയം, കുറ്റബോധം തുടങ്ങിയ മാനുഷിക വികാരങ്ങളാണ് അന്ത്യാധ്യായത്തിലുള്ളത്. ഏതാണ്? അത്ഭുതമാണ്, ഭയമുണ്ട്, കുറ്റബോധമുണ്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അന്ത്യാധ്യായം. അതുപോലെ തന്നെ മൊണാലിസ, ആ നിഗൂഢമായ ആ ചിരിയിൽ ആ ചിത്രം നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ട്. ആ ചിത്രം
വളരെ ഫേമസ് ആയിട്ടുള്ള ചിത്രം, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള ആ ചിത്രത്തിൽ ഒരു നിഗൂഢത ഉണ്ട്. എന്താണ് ആ ചിത്രത്തിലുള്ളത് എന്നുള്ളത്, ആ നിഗൂഢതയാണ് ഡാവിഞ്ചിയുടെ ചിത്രത്തിൽ ഏറ്റവും കൂടുതൽ യുണീക്കായി നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പോ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഇതൊന്ന് ഓർത്തു വെക്കുക, മൊണാലിസ, അതുപോലെ തന്നെ അന്ത്യത്തായം, അതുപോലെ തന്നെ മൈക്കിൾ ആഞ്ചലോ. ഇദ്ദേഹം വത്തിക്കാനിലെ സിസ്റ്റം ചാപ്പലിൽ മുകൾ തട്ടിൽ വരച്ച ചുമർ ചിത്രങ്ങളും അതുപോലെ തന്നെ അന്ത്യവിധി, ലാസ്റ്റ് ജഡ്ജ്മെന്റ് എന്നാണ് അതിന്റെ ഇംഗ്ലീഷ്, ലാസ്റ്റ് ജഡ്ജ്മെന്റ്. വത്തിക്കാൻ അല്ലെ, ക്രിസ്ത്യൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് വത്തിക്കാൻ എന്ന് പറയുന്നത്. അവിടെ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട മുഗൾ തലത്തിൽ വരച്ചൊരു ചിത്രം, അതുപോലെ തന്നെ അന്ത്യവിധി, ലാസ്റ്റ് ജഡ്ജ്മെന്റ്. അപ്പൊ ഈ ചിത്രങ്ങളൊക്കെ ഒന്ന് ഓർത്തു വെക്കട്ടോ. അതേപോലെ തന്നെ റാഫേൽ ടിഷ്വാൻ അവരുടെ മനുഷ്യരെ വിവേകികളും മിതവാദികളും അന്തസ്സുള്ളവരുമായി ചിത്രീകരിച്ചു. അതുപോലെ തന്നെ ആശയത്തോടൊപ്പം സൗന്ദര്യത്തിനും ഊന്നൽ നൽകിയ ആളുകളായിരുന്നു റാഫേലും. അപ്പൊ ഇവരുടെ ചിത്രങ്ങളിൽ നിന്ന് ഒരു വൺ വേർഡ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതൊന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഓക്കെ, ഇനി നമ്മൾക്ക് ഇതുപോലെ തന്നെ അടുത്തൊരു വൺ വേർഡ് ആണ് പ്രധാനപ്പെട്ട റിനൈസൻസ് ലിറ്ററേച്ചറുകൾ ഏതൊക്കെയാണെന്നുള്ളത്. ദാന്തെ, അദ്ദേഹത്തിന്റെ ഡിവൈൻ കോമഡി. പെട്രാക്കിൻ്റെത് ലോറയിൽ എഴുതിയ പ്രണയഗീതങ്ങൾ, ദ ഹോളി ഓഫ് ലോറ എന്ന പ്രധാനപ്പെട്ട പ്രണയഗീതങ്ങൾ. അതുപോലെ തന്നെ ബൊക്കാച്ചിയോയുടെ ഡെക്കമറോൺ, നിക്കോള മാക്യവല്ലിയുടെ ദി പ്രിൻസ്, ഇവയൊക്കെ പ്രധാനപ്പെട്ടതാണ്. അതേപോലെ ഇറാസ്മസിന്റെ ഇൻ പ്രൈസ് ഓഫ് ഹോളി, അദ്ദേഹം ഒരു നെതർലാൻഡ് രാജ്യക്കാരനാണ്. ജെഫി ജോസർ കാൻബറി കഥകൾ, അദ്ദേഹം ഇംഗ്ലണ്ടിലാണ്. തോമസ് മൂർ ഉട്ടോപ്പിയൻ ചിത്രങ്ങൾ, ഉട്ടോപ്പിയ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കൃതി എഴുതിയതാരാണ്? തോമസ് മൂറാണ്, ഇംഗ്ലണ്ടുകാരനാണ്. പിന്നെ സെർവാൻഡെ, സ്പെയിനുകാരനാണ്. ഡോൺ കിഹോട്ട്, പിന്നെ ഫ്രാൻസോ റബേലെ, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കൃതി, അത് ഫ്രാൻസുകാരനാണ് അദ്ദേഹം. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. ഇനി നമ്മളെ പ്രധാനപ്പെട്ട ഒരു വിപ്ലവത്തിലേക്ക്, രണ്ടാം പാഠത്തിലെ പ്രധാനപ്പെട്ട വിപ്ലവത്തിലേക്ക് കടക്കുക. ഫ്രഞ്ച് വിപ്ലവങ്ങളുടെ മാതാവ് എന്നൊക്കെയാണ് ഫ്രഞ്ച് വിപ്ലവത്തെ അറിയപ്പെടുന്നത്. എപ്പോഴും നിങ്ങൾ ഒരു എസ്സേ എഴുതുമ്പോഴോ ഒരു ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ചിട്ട് എഴുതുമ്പോഴോ ഇത്തരത്തിലുള്ള പോയിന്റുകൾ എഴുതുക. ഫ്രാൻസ് ലോകത്തിലെ ഏറ്റവും വലിയ വിപ്ലവങ്ങളിലും മറ്റു വിപ്ലവങ്ങളെ സ്വാധീനിച്ച ഒരു വിപ്ലവം കൂടിയാണ് ഇത് ഫ്രഞ്ച് റവല്യൂഷൻ. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നതാണ് ഫ്രഞ്ച് റവല്യൂഷൻ. ഈ ഫ്രഞ്ച് റവല്യൂഷന്റെ പ്രധാനപ്പെട്ട പ്രശ്നം, ഇവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം, ഇവര് ബാർബൺ കിങ്സിനെതിരെയാണ് ഇവർ പോരാടിയത്. അതേ ബാർബൺ കിങ്സ്, അവരുടെ തെറ്റായ നയങ്ങൾ, അതില് ലൂയി 14 16 ഒക്കെ ഇവരുടെയൊക്കെ ഓട്ടോക്രാറ്റിക് റൂളായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇവരുടെ ഫേമസ് ആയിട്ട് എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവര്. ഞാനില്ലെങ്കിൽ ഇത് പ്രളയമാണ്, ഞാൻ ദൈവമാണ്, ദൈവികമായിട്ടാണ് ഇവരെ കണ്ടിരുന്നത്. ലൂയി ബാർബൺ കിങ്സിനെ. ഈ മാരി ആന്റണിറ്റ് പറഞ്ഞ അതില് വളരെ പ്രധാനപ്പെട്ട ഇവര് ഭക്ഷണമില്ലാതെ ഫ്രാൻസിലെ ആളുകള് ഇവരെ തല്ലുമ്പോൾ അല്ലെങ്കിൽ പട്ടിണി കിടക്കുമ്പോൾ ഇവർ പറയുകയാണ്, നിങ്ങൾക്ക് ബ്രെഡ് ഇല്ലെങ്കിൽ എന്താ കേക്ക് കഴിച്ചൂടെ എന്ന് പറയുന്നതാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് എന്താ മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇവരെ ഈ ബാർബൺ കിങ്സിന്റെ ഓട്ടോക്രാറ്റിക് റൂളും സാമൂഹികപരമായിട്ടുള്ള ഡിവിഡൻസും ഡിവൈഡ് ചെയ്തിട്ടുള്ള എസ്റ്റേറ്റ് സിസ്റ്റവുമാണ് ഫ്രഞ്ച് റവല്യൂഷന്റെ പ്രധാനപ്പെട്ട റീസൺ. ഏതാണ്? ഫ്രഞ്ച് സൊസൈറ്റി ഈസ് ഡിവൈഡഡ് ഇൻ ടു 3. ആ 3 സിസ്റ്റത്തിനെ എസ്റ്റേറ്റ് സിസ്റ്റം എന്നാണ് പറയുന്നത്. എന്താണ് എസ്റ്റേറ്റ് സിസ്റ്റം? 1ാം എസ്റ്റേറ്റ്, 2ാം എസ്റ്റേറ്റ്, 3ാം എസ്റ്റേറ്റ്. എന്താണ് ആ ഡിവിഷൻ എന്നുള്ളതാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. ഇതിൽ 1ാമത്തെ എസ്റ്റേറ്റില് പ്രധാനമായിട്ട് പുരോഹിതരാണ് ഉള്ളത്. ക്ലർജി ഇവര് എന്താണ് ഭൂസ്വത്തിന്റെ വലിയ തോതിലുള്ള ഉടമസ്ഥരായിരുന്നു. ഇവർക്ക് മറ്റ് എല്ലാ നികുതികളിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. ഇവരുടെ പ്രധാനപ്പെട്ട ടൈദ് എന്ന് പറയുന്ന നികുതി ഇവര് പിരിച്ചിരുന്നു. ഇത് സാധാരണ കർഷകരിൽ നിന്ന് ഇവരെ നികുതി ടൈദ് എന്ന് പറയുന്ന നികുതി. ഇതാണ് ഇവരെ 1ാം എസ്റ്റേറ്റിന്റെ പണി. ആരാണ്? ക്ലർജി, പുരോഹിതരാണ്. 2ാമത്തെ എസ്റ്റേറ്റിൽ നോബിൾസ്, പ്രഭുക്കന്മാർ, അലസരാണ്. ഇവർ പണിയൊന്നും കൊടുക്കൂല. നോബിൾ ഗ്യാസസ് പഠിച്ചിട്ടില്ല കെമിസ്ട്രിയിൽ? അലസവാദം. ഇവർ അലസന്മാരാണ്. എന്താണ് ഇവരുടെ പ്രശ്നം? വലിയ സമൂഹത്തിലെ വലിയ സ്ഥാനങ്ങള് ഇവര് നടമാടിയിരുന്നു. അതുപോലെ തന്നെ വെങ്തിയം എന്ന് പറയുന്ന നികുതി ഇവര് ഇതാക്കി. രാജാവിന് ചെറിയ സമ്മാനങ്ങൾ നൽകി നികുതിന്റെ സമയത്ത് രാജാവിനെ ചെന്ന് കാണും, ജസ്റ്റ് ഒന്ന് സോപ്പിടും. അപ്പോൾ അവരെന്ത് ചെയ്യും? നികുതിയിൽ നിന്ന് ഒഴിവാക്കപ്പെടും. ഇനി 3ാം എസ്റ്റേറ്റ്, സമൂഹത്തിലെ
ഏറ്റവും താഴ്ന്ന വിഭാഗത്തിലുള്ള സാധാരണക്കാരാണ് ഉണ്ടായിരുന്നത്. ഇവരൊരു ദരിദ്ര ജീവിതമാണ് നയിച്ചിരുന്നത്. ഇവരെന്താണ്, എല്ലാവിധ നികുതികളും ഈ ചുമലിലായിരുന്നു. ആരെ ചുമലിൽ? ഈ തേർഡ് എസ്റ്റേറ്റിന്റെ ചുമലിലായിരുന്നു. ഇവർക്ക് യാതൊരു തരത്തിലുള്ള അവകാശവുമില്ല. ഈ ഡിവിഷനാണ് ഫ്രഞ്ച് റവല്യൂഷന്റെ ഒന്നാമത്തെ റീസൺ. ഓക്കെ, ദ എസ്റ്റേറ്റ് സിസ്റ്റം, ബാർബൺ കിങ്സിന്റെ ഓട്ടോക്രാറ്റിക് റൂളുമാണ് ഈ ഫ്രഞ്ച് റവല്യൂഷന്റെ പ്രധാനപ്പെട്ടത്. അപ്പൊ എസ്റ്റേറ്റുകളെ കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾ തഫ്സൂക്ക് നല്ല രീതിയിൽ എഴുതുക. എന്തൊക്കെയാണ് എസ്റ്റേറ്റുകൾ, ഒന്നാം എസ്റ്റേറ്റ്, രണ്ടാം എസ്റ്റേറ്റ്, ഈ ടേബിൾ രൂപത്തിൽ തന്നെ എഴുതിയാൽ മതി. അതുപോലെ തന്നെ ഫ്രഞ്ച് റവല്യൂഷനെ ഇതാക്കിയ മറ്റ് ഒരു ഇതാണ് തിങ്കേഴ്സ്, ചിന്തകന്മാരെ ഇത് കുറച്ച് സ്വാധീനിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്താണ് വോൾട്ടയർ. ഈ വോൾട്ടയർ ഒക്കെ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റീഷ്യൻ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ തോട്ട് നടത്തുന്ന ഒരാളാണ്. എഴുത്തുകളിലൂടെ ഒക്കെ എന്താണ് അദ്ദേഹം മതനേതൃത്വത്തെ വിമർശിച്ചു, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട എഴുത്തുകളിലൂടെ. അതുപോലെ തന്നെ ചരിത്രകാരൻ ആക്ഷേപഹാസ്യം, മനുഷ്യസ്നേഹി എന്ന നിലപാടിൽ ഫ്രാൻസിൽ നിന്ന് നിർബന്ധനായി നീക്കം ചെയ്യപ്പെട്ടു. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ഈ വോൾട്ടയർ ചെയ്ത്. അതുപോലെ തന്നെ റൂസോന്റെ പ്രധാനപ്പെട്ട ഒരു തിയറി, അദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ് സോഷ്യൽ കോൺട്രാക്ട്. വൺ വേർഡ് ചിലപ്പോൾ പ്രതീക്ഷിക്കുക, സോഷ്യൽ കോൺട്രാക്ട് ഉള്ളുന്ന് വരുന്നതാണ്. സോഷ്യൽ കോൺട്രാക്ട് ആരുടേതാണ്? റൂസോയുടേതാണ്. അദ്ദേഹം ഈ തിയറിയിലൂടെ പറയുന്നത്, ജനം ക്ഷേമത്തിനായി ഒരു കരാറിലൂടെ രാജാവിനെ സൃഷ്ടിച്ചു. ലംഘിച്ചാൽ ഭരിക്കാനുള്ള അവകാശം രാജാവിന് നഷ്ടപ്പെടുന്നു. ജനത്തിന്റെ ക്ഷേമത്തിനായിട്ട് എന്താണ് കരാറിലൂടെ എന്താണ് രാജാവിനെ സൃഷ്ടിച്ചു. രാജാവ് ജനത്തിന്റെ ക്ഷേമതാകാണ്. അദ്ദേഹം അത് ലംഘിക്കപ്പെട്ടാൽ അദ്ദേഹത്തിന് എന്താണ് ഭരിക്കാനുള്ള അവകാശം അല്ലേ? എല്ലാ ഭരണാധികാരികളും അതുപോലെ തന്നെയാണ്. ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? അവിടെ ആ സ്ഥാനം നൽകും. എന്നാൽ അവർ അത് ചെയ്തിട്ടില്ലെങ്കിലോ? അതല്ലേ ബാർബൺ കിങ്സ് ചെയ്തത്. അപ്പൊ ബാർബൺ കിങ്സിനെ വിമർശിച്ചുകൊണ്ട് അവര് റൂസോ പറഞ്ഞതാണ്. ഇനി റൂസോയുടെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ലോഗൻ ഉണ്ട്. എന്താണ് ആ സ്ലോഗന്? മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷെ എല്ലായിടത്തും അവൻ ചെങ്ങലയിലാണ്. മാൻ ബോൺ ഫ്രീ ബട്ട് എവരിബഡി ഹീസ് ഇൻ ചെയിൻ. മനുഷ്യൻ സ്വതന്ത്രനായിട്ടാണ് ജനിക്കുന്നത്, പക്ഷെ ചില തടസ്സങ്ങൾ അവനെ എപ്പോഴും ഒരു ചെങ്ങലയിൽ കെട്ടി നിർക്കുന്നുണ്ട് എന്നാണ് റൂസോ അഭിപ്രായപ്പെടുന്നത്. അദ്ദേഹം നിലവിലുള്ള അധികാരഘടനയെ ബാർബൺ കിങ്സിനെതിരെ അദ്ദേഹം ശക്തമായിട്ട് എതിർത്തു എന്നുള്ളതാണ്. ഇനി അടുത്തത് മൊണ്ടസ്ക്യൂ. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതി നിയമത്തിന്റെ ആത്മാവ്, ദ സ്പിരിറ്റ് ഓഫ് ലോ. ഇദ്ദേഹമാണ് ഇപ്പോഴും ഓർഗൻസ്, അതായത് ഗവൺമെന്റിന്റെ ഓർഗൻസ് എന്തൊക്കെയാണ്? ലെജിസ്ലേച്ചർ ആണ്, നിയമനിർമ്മാണമാണ്, പിന്നെ എക്സിക്യൂട്ടീവ് ഭരണനിർവഹണമാണ്, ഭരണം നിർവഹിക്കണം. അതുപോലെ തന്നെ ജുഡീഷ്യറി, ഇംഗ്ലീഷിൽ അതിന് ജുഡീഷ്യറി. ഈ ജുഡീഷ്യറി ആദ്യം നിയമങ്ങൾ നിർമ്മിക്കണം, ആ നിയമം നടപ്പിലാക്കണം. നിയമത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിന് നീതി വേണമെങ്കിൽ എന്ത് വേണം? ഒരു കോടതി വേണം. അതാണ് ഇപ്പോഴും ഒരു ഗവൺമെന്റിന്റെ ഓർഗൻസ് ആണ് അല്ലെ, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. അത് തിരിച്ചത് ആരാണ്? മൊണ്ടസ്ക്യൂ ആണ്. ആരാണ്? മൊണ്ടസ്ക്യൂ. ഇനി ജോൺ ലോക്ക്, അദ്ദേഹത്തിന്റെ ടു ട്രീറ്റീസ് ഓഫ് ഗവൺമെന്റ്, രാജാധികാരങ്ങളും ദൈവികാവകാശങ്ങളും സ്വേച്ഛാധികാരങ്ങളും അദ്ദേഹം നിരോധിച്ചു എന്നുള്ള, രാജാക്കന്മാരുടെ ദൈവ ആകാധികാരം അദ്ദേഹം നിരോധിച്ചു. അതുപോലെ തന്നെ ടർക്കോ ആൻഡ് നെക്കർ, മധ്യവർഗത്തിന്റെ ഫിസിയോക്രാറ്റുകൾ, മധ്യവർഗത്തിന്റെ അനുകൂലമായ സാമ്പത്തിക പരിഷ്കാരങ്ങൾ വാദിച്ച് കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ സ്വതന്ത്ര വ്യാപാരം നടത്തുകയും ചെയ്തു. മിഡിൽ ക്ലാസിന്റെ ഒരു ഉയർച്ച ഉണ്ടാവണം, അതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചാണ് ഫിസിയോക്രാറ്റുകൾ എന്ന് പറയുന്നത്. തിങ്കേഴ്സിന്റെ ഒന്ന് ഓർത്തു വെക്കട്ടോ, എന്തൊക്കെയാണ് ഫ്രഞ്ച് തിങ്കേഴ്സിനെ സ്വാധീനിച്ചത് എന്നുള്ളത്. ഇനി അടുത്തത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. എന്താണ് ടെന്നീസ്? അതൊരു പ്രധാനപ്പെട്ട ഒരു ഇൻസിഡന്റ് ആണ്, ഫ്രഞ്ച് റവല്യൂഷനിലെ പ്രധാനപ്പെട്ട ഇൻസിഡന്റ് ആണ്. ഫസ്റ്റ് എസ്റ്റേറ്റും 3 എസ്റ്റേറ്റ് ഫ്രഞ്ച് അസംബ്ലിയിൽ ഫസ്റ്റ് എസ്റ്റേറ്റിനും സെക്കൻഡ് എസ്റ്റേറ്റിനും ടിൻഡിങ്ങാട്ടിലും കൂടുതൽ ആരുണ്ടായിരുന്നു? തേർഡ് എസ്റ്റേറ്റ്. ഇവരിങ്കാട്ടിലും കൂടുതൽ ആരുണ്ടായിരുന്നു? തേർഡ് എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇവര് ചെയ്തിരുന്ന ഒരു പണി എന്താ വെച്ചാല്, ഗ്രൂപ്പ് വോട്ട് സിസ്റ്റം കൊണ്ടുവന്നു. ഫസ്റ്റ് എസ്റ്റേറ്റും തേർഡ് എസ്റ്റേറ്റിന്റെ വോട്ടിന് ഇതില്ല.
എസ്റ്റേറ്റ് വൈസ് വോട്ടിംഗ് സിസ്റ്റം കൊണ്ടുവന്നതോടുകൂടി ഈ തേർഡ് എസ്റ്റേറ്റിന് അതിൽ വിമർശിക്കാൻ ഇവരെ കിട്ടിയ വോട്ടിനെ രണ്ടുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതി എപ്പോഴും ഇവരെ തന്നെ ജയിക്കുള്ളൂ. അതൊരു പ്രശ്നമായി മാറി അസംബ്ലിയിൽ എസ്റ്റേറ്റ് വൈറ്റ് വോൾ. അപ്പൊ അതിനെ എതിർത്തിട്ട് തേർഡ് എസ്റ്റേറ്റ് എന്ത് ചെയ്തു? ഡിക്ലെയർഡ് ദംസെൽഫ് ആസ് ദ ഫ്രഞ്ച് നാഷണൽ അസംബ്ലി. ഞങ്ങളാണ് ഫ്രാൻസിലെ പ്രധാനപ്പെട്ട നാഷണൽ അസംബ്ലി എന്ന് തേർഡ് എസ്റ്റേറ്റ് പ്രഖ്യാപിക്കുകയും ലൂയി 14 എന്ത് ചെയ്തു? മീറ്റിംഗ് ഹാള്, ഫ്രഞ്ച് അസംബ്ലി നടക്കുന്ന ഹാൾ എന്ത് ചെയ്തു? മിലിറ്ററീസിനെ ഉപയോഗിച്ച് കുറ്റിയിടുകയും ചെയ്തു. ഇതിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെന്ത് ചെയ്തു? നേരെ അടുത്തുള്ള ടെന്നീസ് കോർട്ടിൽ എത്തുകയും ദേ ടുക്ക് ടെന്നീസ് കോർട്ട് പ്രോമിസിംഗ് നോട്ട് സെപ്പറേറ്റ് അൺടിൽ ഡ്രാഫ്റ്റിംഗ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫ്രാൻസിന് ഒരു ഭരണഘടന ഉണ്ടാക്കുന്നത് വരെ ഞങ്ങൾ ഇവിടുന്ന് പോരില്ല എന്നുള്ളതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ഫ്രഞ്ച് റവല്യൂഷൻ ഫസ്റ്റ് എസ്റ്റേറ്റിന്റെയും സെക്കൻഡ് എസ്റ്റേറ്റിന്റെയും സഭയിലുള്ള ഏകാധിപത്യ ഭരണത്തിനെതിരെ ഇവരെന്ത് ചെയ്തു? ഞങ്ങളാണ് അസംബ്ലി, കോൺസ്റ്റിറ്റ്യൂവന്റ് നാഷണൽ അസംബ്ലി എന്ന് ഡിക്ലെയർ ചെയ്യുകയും ലൂയി ബാർബൺ കിങ് ആയിട്ടുള്ള ലൂയി 14 അത് അംഗീകരിക്കാതിരിക്കാനും അദ്ദേഹം അത് കുറ്റിയിടുകയും ഫ്രാൻസിലെ പ്രധാനപ്പെട്ട നേതാക്കൾ, തേർഡ് എസ്റ്റേറ്റിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ഒരു ടെന്നീസ് കോർട്ടിൽ ചെന്ന് ചെയ്തു, ഞങ്ങൾ ഫ്രാൻസിന് ഒരു ഭരണഘടന ഉണ്ടാക്കുന്നത് വരെ പിന്മാറില്ല എന്ന് പറഞ്ഞു. അതാണ് ഇത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഏതാണ്? ടെന്നീസ് കോർട്ട് ഓത്ത് എന്ന് പറയുന്നത്. ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെയാണ് ഇമ്പാക്ട്? ഫ്യൂഡലിസം കൊളാപ്സ് ചെയ്യപ്പെട്ടു. അതുപോലെ എന്താണ് മധ്യകാലഘട്ടത്തിലെ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ലാൻഡ് സോഷ്യോ എക്കണോമിക് ആയിട്ടുള്ള ഫ്യൂഡലിസം ഈ 3 തരത്തിലായിട്ട് എസ്റ്റേറ്റ് പോലെ തന്നെ 3 തരത്തിലായിട്ട് യൂറോപ്പിനെ ഇത് ഒഴിവാക്കി. അതുപോലെ തന്നെ സഭയുടെ സ്വത്ത് പിടിച്ചെടുത്ത് മധ്യവർഗത്തിന്, മിഡിൽ ക്ലാസ്സിന് നൽകി. വലിയ ക്ലർജിയിലെ പ്രധാനപ്പെട്ട ഭൂവുടമകൾ എന്ത് ചെയ്തു? അവരെ എന്ത് ചെയ്തു? അത് സ്വത്ത് നൽകി, അവരുടെ അതൊക്കെ പിടിച്ചെടുത്തിട്ട് സ്വത്തുകൾ നൽകി. അതുപോലെ തന്നെ പ്രഭുക്കളുടെ ഭൂമികൾ പിടിച്ചെടുത്ത് അവരുടെ അവകാശങ്ങൾ എടുത്തു കളഞ്ഞു, അവർക്കുണ്ടായിരുന്ന ആ അവകാശങ്ങളൊക്കെ എടുത്തു കളഞ്ഞു. അതുപോലെ തന്നെ മെട്രിക് സിസ്റ്റം പ്രചരിച്ചു, ഏകീകൃത അളവ് തൂക്ക സമ്പ്രദായം. അതുപോലെ തന്നെ ആധുനിക ദേശീയത ആശയം എന്ന ഫ്രഞ്ച് വിപ്ലവത്തിന് ഒരു നാഷണലിസം അല്ലെ. എന്തായിരുന്നു ഫ്രഞ്ച് റവല്യൂഷന്റെ സ്ലോഗൻ? ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രറ്റേണിറ്റി. ഒരു റിപ്പബ്ലിക് ആണല്ലേ, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഈ ഒരു തീമിൽ വെച്ചിട്ടായിരുന്നു അവര് ഇത് ചെയ്തിരുന്നത്. ഫ്രാൻസിന്റെ അസംബ്ലിയിലെ പ്രധാനപ്പെട്ട സ്ലോഗൻ. അപ്പൊ അതിനെതിരെ ആ ഒരു വികാരം അവരിൽ ഉണ്ടായി. അതുപോലെ തന്നെ ജനാധിപത്യം, ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു ഡെമോക്രസി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ ഇത് മറ്റ് ഏഷ്യയിലെയും യൂറോപ്പിലെയും മറ്റ് സ്വതന്ത്ര പ്രസ്ഥാനങ്ങൾക്ക് എന്ത് ചെയ്യപ്പെട്ടു? അതൊരു ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടു, അതൊരു മോട്ടിവേഷൻ ആയി തീർന്നു എന്നുള്ളത് ഫ്രഞ്ച് റവല്യൂഷന്റെ പ്രധാനപ്പെട്ട ഇമ്പാക്റ്റുകൾ. ഇനി അടുത്തത് നെപ്പോളിയൻ ആണ്. ഇതൊരു ഒളിഞ്ഞു കിടക്കുന്ന ഒരു ഭാഗമാണ് നെപ്പോളിയന്റെ പരിഷ്കാരങ്ങൾ. നെപ്പോളിയൻ പിൽക്കാലത്ത് സ്വതന്ത്രമായെങ്കിലും കുറച്ചു കാലം ഫ്രാൻസ് എന്ത് ചെയ്തു? നെപ്പോളിയന്റെ ഭരണത്തിൽ അദ്ദേഹത്തിന്റെ പരിഷ്കാരങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കലുണ്ട്. ഏതൊക്കെയാണ്? അദ്ദേഹം കുറച്ച് ഈ റിഫോംസ്, ലീഗൽ റിഫോംസിൽ അദ്ദേഹം കൊണ്ടുവന്നത് നെപ്പോളിയൻ കോഡ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു. നെപ്പോളിയൻ കോഡ് കെട്ടു. അത് എൻഷുർ ഇക്വാലിറ്റി ആൻഡ് റിലീജിയസ് ഫ്രീഡം, എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഇനി കൺകോർഡന്റ്, അതിൽ പറയുന്നത് ആസ് പെർ ദ അഗ്രിമെന്റ് ദ ഫ്രീഡം ഓഫ് ദ കത്തോലിക് ചർച്ച് വാസ് റിസ്റ്റോർഡ്, അതർ റിലീജിയസ് ഗ്രൂപ്പ് വെർ ഓൾസോ ഗ്രാൻഡഡ് ഫ്രീഡം. ഈ സ്വതന്ത്രം കത്തോലിക് ചർച്ച് എല്ലാവിധ പോപ്പുമായിട്ട് അഗ്രിമെന്റ് ചെയ്ത എല്ലാവിധ സ്വതന്ത്രവും കത്തോലിക് ചർച്ചിന് ഇതായിരുന്നു. അതുപോലെ തന്നെ മറ്റ് മതസ്ഥർ, അതർ റിലീജിയസ് ഗ്രൂപ്പിനും എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്? ഫ്രീഡം, ഗ്രാൻഡഡ് ഫ്രീഡം. അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ റിഫോംസിന് ചെയ്യപ്പെട്ട ഇതാണ്. അദ്ദേഹം കുറച്ച് ലിസി എന്ന് പറയുന്ന ഒരു സ്കൂള്, യൂണിവേഴ്സിറ്റി ഓഫ് ഫ്രാൻസ് പഠിക്കാൻ വേണ്ടിയിട്ട്, അദ്ദേഹം പഠനത്തിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റി ഓഫ് ഫ്രാൻസ് അദ്ദേഹം അത് സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എക്കണോമിക് റിഫോംസ്,
അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ടത് അദ്ദേഹം ഒരു ബാങ്ക് ഓഫ് ഫ്രാൻസും അതുപോലെ തന്നെ ഒരു കറൻസി അച്ചടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മിലിറ്ററി സെവറൽ ബറ്റാലിയനുകൾ സ്ഥാപിച്ചു. ഈ നെപ്പോളിയൻ വളരെ ചെറുപ്പത്തിൽ തന്നെ രാജാവാകാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. പിന്നീട് അദ്ദേഹം നടപ്പിലാക്കിയത് ചില നല്ല പരിഷ്കാരങ്ങളാണിത്. പക്ഷേ 1815 വാട്ടർലൂ യുദ്ധത്തിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യപ്പെടാണ്, വാട്ടർലൂ യുദ്ധത്തിൽ അദ്ദേഹത്തിന് തോൽവിയിലൂടെ അദ്ദേഹത്തിന് ഭരണം നഷ്ടപ്പെടുകയാണ്. അപ്പൊ ഈ വർഷം ഓർത്ത് വെക്കുക, 18 എന്ന് പഠിച്ചാൽ മതി ഓർത്ത് വെക്കാന് സുഖത്തിന്. 18 അത് വാട്ടർലൂ യുദ്ധം. ഇനി എന്താണ് ഫസ്റ്റ് വേൾഡ് വാർ? രണ്ടാമത്തെ പാഠത്തിലെ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് ഫസ്റ്റ് വേൾഡ്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഭീഷണിയായിട്ടുള്ള ഒന്നാമത്തെ ഒരു വാർ 1914 മുതൽ 18 വരെ നീണ്ടുനിന്ന വലിയൊരു യുദ്ധം ലോകത്തിലെ തന്നെ. അത് എന്താണ് അതിന്റെ റീസൺ എന്നുള്ളതാണ്. ഒന്ന്, ഇമ്പീരിയലിസ്റ്റ് റൈവൽറി. ലോകത്തിലെ പ്രധാനപ്പെട്ട ഇമ്പീരിയലിസ്റ്റുകളുമായിട്ടുള്ള പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത്. ഇതില് ജർമ്മനി ആ കാലഘട്ടത്തിൽ വലിയൊരു പവറായിട്ട് വന്നു. അതുപോലെ തന്നെ ഇവരെന്ത് ചെയ്തു, ഫ്രാൻസിനെയും ഇംഗ്ലണ്ടുമായിട്ട് ടെറിട്ടറി, ഈ പ്രദേശങ്ങളും വിഭവങ്ങൾക്കും വേണ്ടിയിട്ട് യുദ്ധം ചെയ്യപ്പെട്ടു. ജർമ്മനിയും ഫ്രാൻസും ഇംഗ്ലണ്ടിനെതിരെ. അതുപോലെ തന്നെ ഈ ഏഷ്യ ആഫ്രിക്ക ബ്രിട്ടീഷുകാരെ കൺട്രോളിലായിരുന്നു. ജർമ്മനിക്ക് ഇതിന് അവകാശങ്ങൾ, ജർമ്മനി എന്ത് ചെയ്യപ്പെട്ടു, എയിംഡ് ഫോർ ദ ടെറിട്ടറീസ് ഫോർ ദ ഓട്ടോമാൻ കൺട്രോൾ. ഈ ഓട്ടോമാൻ എംപയർ ആ കാലഘട്ടത്തിലെ തുർക്കി കേന്ദ്രീകരിച്ചിട്ട് ഒരു മുസ്ലിം ഭരണകൂടം അവിടെ നിലനിന്നിരുന്നു. ഓട്ടോമാൻ സാമ്രാജ്യം എന്ന് പറയുന്നത് അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 1453 കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ കീഴടക്കി. അതിനുശേഷം ഉണ്ടായ ഒരു റൂളാണ് ഓട്ടോമാൻ എംപയർ എന്ന് പറയുന്നത്, ഓട്ടോമാൻ റൂൾ. They plan to construct Berlin-Baghdad railway line leading to conflict with the British. അതായത് ഇവരെന്ത് ചെയ്തു, ബെർലിൻ ബാഗ്ദാദിൽ നിന്ന് ഒരു റെയിൽവേ ലൈന് കോൺഫ്ലിക്ട് വിത്ത് ബ്രിട്ടീഷ് ആൻഡ് റഷ്യൻ ഇൻട്രസ്റ്റ്. അതാർക്ക് പറ്റിയില്ല, ഇവർക്ക് പറ്റിയില്ല. ഒന്നാമത്തെ റീസൺ, ജർമ്മനി അത് ചെയ്തത് പറ്റിയില്ല. അപ്പോ അടുത്തത് എക്സ്ട്രീം നാഷണലിസം അല്ലെങ്കിൽ അഗ്രസീവ്, തീവ്ര ദേശീയത. ഞങ്ങളുടെ രാജ്യമാണ് വലുത്, ഞങ്ങളുടെ രാജ്യമാണ് ഏറ്റവും ആ ഒരു വികാരമാണ് ദേശീയത, അഗ്രസീവ് നാഷണലിസം. അങ്ങനെ 3 തരത്തിലുള്ള മൂവ്മെന്റുകൾ ഉണ്ടായി. ഏതൊക്കെയാണ് അത്? പാൻസ്ലാവ് മൂവ്മെന്റ്, പാൻ ജർമ്മൻ മൂവ്മെന്റ്. അതിന് എക്സാമ്പിൾ ഒരു മൂവ്മെന്റ് കൂടി പണ്ടത്തെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നു. അത് റിവെഞ്ച് മൂവ്മെന്റ് എന്നാണ്, പ്രതികാര പ്രസ്ഥാനം. ഏതാണ് പ്രതികാര പ്രസ്ഥാനം? അപ്പൊ പാൻസ്ലാവ് മൂവ്മെന്റ് സ്വന്തം രാജ്യത്തിന് സ്വന്തം ഇതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള, സ്വന്തം രാജ്യത്തിനോടുള്ള സ്നേഹത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള മൂവ്മെന്റുകൾ ഉണ്ട്. പാൻസ്ലാവ്, പാൻ ജർമ്മൻ, റിവെഞ്ച് മൂവ്മെന്റ്, പ്രതികാര പ്രസ്ഥാനം എന്നാണ് അതിന് പറയുന്നത്. ഇനി 2 അലയൻസുകൾ മറക്കരുത്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ട്രിപ്പിൾ അലയൻസിൽ ഉണ്ടായ പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ് ഏത്? ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി, ഇറ്റലി. ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി, ഇറ്റലി. അപ്പോ ഇത് പഠിക്കാൻ ഇതാക്കണ ഗഹി എന്നിങ്ങനെ പഠിച്ചാൽ മതി, ഓർത്തു വെക്കാന്. ഓസ്ട്രിയ, ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി, ഇറ്റലി. അപ്പോ ട്രിപ്പിൾ അലയൻസ്, തൃക്കക്ഷിയിൽ ഇത്രയും രാജ്യങ്ങളാണ്. ട്രിപ്പിൾ എൻഡീനില് ഉള്ളത് BRF. ഏതൊക്കെയാണ്? ബ്രിട്ടൻ, റഷ്യ, ഫ്രാൻസ്. ഇത്രയും കാര്യങ്ങളാണ് അവരില് പ്രധാനപ്പെട്ട മിലിറ്ററി ഫോം. ഇവര് തമ്മിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തത്. അപ്പൊ അതൊരു ഫ്ലോ ചാർട്ടൊക്കെ ആക്കി വെച്ചാൽ ഒന്നും കൂടി നോക്കുന്ന ആൾക്കാർക്ക് ഇതുണ്ടാവും. എന്താണ് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം, ഇതിനൊരു പ്രധാനപ്പെട്ട പ്രശ്നമായി മാറിയത്? ഇമ്മീഡിയറ്റ് ഇഫക്ട് എങ്ങനെയാണ് എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. ദ അസോസിയേഷൻ ഓഫ് ആർച്ച്ഡ്യൂക്ക് ഫ്രാങ്ക് ഫെർഡിനാൻഡ് ഹിയർ ടു Austria-Hungary by a Serbian citizen in Sarajevo on June 28, 1914 ആർച്ച്ഡ്യൂക്ക് ഫ്രാൻസ് ഫെർഡിനാൻഡ് എന്ന് പറയുന്ന ഒരു രാജാവിനെ എന്ത് ചെയ്തു, അല്ലെങ്കിൽ രാജകുടുംബത്തിലെ അംഗത്തിനെ എന്ത് ചെയ്തു, വെടിവെച്ചു കൊന്നു. ആര്? ഒരു പട്ടണം ഗാവർലിനോ പ്രിൻസപ്പ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഗാവർലിനോ പ്രിൻസപ്പ് എന്ന് പറയുന്ന ഒരാളാണ് വെടിവെച്ചത്. അതോട് കൂടിയിട്ട് ഒരു യുദ്ധം, വലിയ തോതിൽ ഒരു യുദ്ധം ഉണ്ടാകുകയാണ് ചെയ്തത്. അതെന്ത് ചെയ്തു?
സെർബിയക്കാരനാണ് കൊന്നത്. അപ്പോൾ ഓസ്ട്രിയ ഹംഗറി എന്ത് ചെയ്തു? ഡിക്ലെയർ വാർ ഓൺ സെർബിയ, സെർബിയയുമായിട്ട് യുദ്ധം ചെയ്യുന്നു. അങ്ങനെ എന്ത് ചെയ്തു? അത് പരസ്പരം തമ്മിൽ ഒരു നാഷണൽ സഖ്യങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധമായി മാറി. ഒരു വലിയ യുദ്ധം, ലോകത്തിൽ തന്നെ വലിയൊരു യുദ്ധം. അതിൽ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം അതിന്റെ അനന്തര ഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അതില് ഒരുപാട് ആളുകൾക്ക് ജീവൻ നഷ്ടമായി. ഒന്നാമത്തെ ഫീച്ചർ, ഒരുപാട് സൈനികർക്ക് ജീവൻ നഷ്ടമായി. അതുപോലെ തന്നെ ഈ ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ കാർഷിക മേഖലയിലൊന്നും അധികം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് യുദ്ധത്തിലായതോടുകൂടി കാർഷിക വ്യവസായ മേഖലകൾ തകർന്നു. അതുപോലെ തന്നെ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ ശക്തിപ്പെടുത്തി. അതുപോലെ തന്നെ ഒരു പുതിയ സംഘടന രൂപം കൊണ്ടു, അതാണ് ലീഗ് ഓഫ് നാഷൻ. ലീഗ് ഓഫ് ഇന്ന് ഐക്യരാഷ്ട്രസഭ അല്ലേ, അതിന്റെ ഫലമായിട്ട് UNOന്റെ ഇത് പണ്ടുണ്ടായിരുന്നതാണ് ലീഗ് ഓഫ് നാഷൻ. അതുപോലെ തന്നെ ഇറ്റലി, ജർമ്മനി, സ്പെയിൻ എന്നീ രാജ്യങ്ങള് വലിയ പവറിലെത്തി. ഇറ്റലി, ജർമ്മനി, സ്പെയിൻ ഈ 3 രാജ്യങ്ങൾ എന്ത് ചെയ്തു? വലിയ ലോകത്തിന്റെ ഉന്നമനത്തിലേക്ക്, ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായിട്ട് മാറി. അതാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഇത്. അതുപോലെ തന്നെ ഇറ്റലിയുടെയും ഇറ്റലി ജർമ്മനിയിൽ ഉണ്ടായ പ്രധാനപ്പെട്ട ആശയങ്ങളാണ് എന്ത്? 2 ആശയങ്ങളാണ് ഫാസിസവും നാസിസവും. ഇറ്റലി ജർമ്മനിയിലും ഉണ്ടായ പ്രധാനപ്പെട്ട ആശയങ്ങൾ. അതിലൊന്നാണ് ഇറ്റലിയിൽ പിൽക്കാലത്ത് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇറ്റലിയിലും ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം 2 പ്രധാനപ്പെട്ട മൂവ്മെന്റുകൾ, ഒരു ഏകാധിപത്യ ഭരണ രീതികള്, ഫാസിസവും നാസിസവും. എന്താണ് ഫാസിസം? കാണുമ്പോൾ ഒരേ മാതിരിയാണ്, പക്ഷെ ഇതിന് ഡിഫറൻസ് ഉണ്ട്. അപ്പോ ഫാസിസത്തിലെ പ്രധാനപ്പെട്ട സ്ഥാപകനാണ് ആര്? ബെനിറ്റോ മുസോളിനി. നാസിസത്തിന്റെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ അഡോൾഫ് ഹിറ്റ്ലർ. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് ഫാസിസവും നാസിസവും. ഫാസിസത്തിലെ ബെനിറ്റോ മുസോളിനി. അപ്പോ ഇറ്റലിയിൽ രണ്ടും ഒരേ സ്വഭാവത്തിൽ തന്നെ. ഇവര് ടീമായിരുന്നു കേട്ടോ. ഇവരുടെ ടീമില് ഇവര് രണ്ടും ഒരുപോലെയാണ്, ഒരേ ആശയത്തിൽ ഇതായിട്ട് തന്നെ ഉണ്ടായിട്ടുള്ളൂ. ഇവര് ഈ ഇറ്റലിയിൽ 1922 അധികാരം പിടിച്ചെടുത്ത് റോമയിലേക്ക് മാർച്ച് നടത്തി. 1923 ബെർലിനിലേക്കാണ് മാർച്ച് നടത്തിയത്. അതുപോലെ തന്നെ ഇവരുടെ പ്രധാനപ്പെട്ട ഒരു സായുധ ബ്ലാക്ക് ഷർട്ട്, ഏതാണ് ബ്ലാക്ക് ഷർട്ട്? കരിങ്കുപ്പായക്കാർ. ബ്രൗൺ ഷർട്ട് ആരാ? നമ്മളെ ജർമ്മനിത്തെ നാസിസംകാരാണ്. അതുപോലെ തന്നെ ഇവരെ മറ്റു പാർട്ടികളൊക്കെ നിരോധിച്ചു. ഫാസിസ്റ്റ് ഗവൺമെന്റ്, ഫാസിസ്റ്റ് ഭരണകൂടം എന്ന് പറയുന്നിട്ടില്ലേ, ഇവർക്ക് മറ്റ് ഗവൺമെന്റ് എല്ലാവരെയും അടിച്ചമർത്തും. ഇവരുടെ പ്രധാനപ്പെട്ട ഇരകൾ കമ്മ്യൂണിസ്റ്റുകാർ, സോഷ്യലിസ്റ്റുകാർ, ജൂതർ. ഈ ജൂതന്മാരെയൊക്കെ ഹിറ്റ്ലർ എന്ത് ചെയ്തിട്ടുണ്ട്? കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട്. ഹോളോകോസ്റ്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ക്രൂരമായ വിനോദങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. മുക്കിക്കൊല്ലുക, അതുപോലെ ശ്വാസം മുട്ടിച്ചു കൊല്ലുക, അങ്ങനത്തെ ഒരുപാട് ജൂതന്മാരെ തെരഞ്ഞു പിടിച്ചു കൊല്ലുന്ന ഒരാളായിരുന്നു ഇവരുടെ ഒരു ശൈലി ഉണ്ടായിരുന്നു. ഇവർക്ക് ആര്യൻ പ്യൂരിറ്റിയിലാണ് അവർ വിശ്വസിച്ചിരുന്നത്. ആര്യൻ പ്യൂരിറ്റി. ഈ ആര്യൻസ്, ഇന്ത്യയിലേക്ക് വന്ന ആര്യൻസ് ജർമ്മൻസ് ആണെന്ന് ആ ഒരു വിശ്വാസത്തിലാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ആ ഒരു വിശ്വാസക്കാരനായിരുന്നു ഈ അഡോൾഫ് ഹിറ്റ്ലർ. ഇവരാണെങ്കിൽ എന്താണ്? ഇവര് റോമൻ സിവിലൈസേഷനിലെ റോമൻ സംസ്കാരത്തിലാണ് ഈ നമ്മളെ ബെനിറ്റോ മുസോളിനി വിജയിച്ചിരുന്നത്. അതുപോലെ തന്നെ ഇവരുടെ പ്രധാനപ്പെട്ട സോഷ്യലിസ്റ്റ്, തൊഴിലാളി, കർഷക പ്രസ്ഥാനങ്ങളോട് വലിയ ശത്രുത ഇവർക്കുണ്ടായിരുന്നു. ഇവർക്ക് എന്താണ്? ഗെസ്റ്റപ്പോ എന്ന് പറയുന്ന രഹസ്യ പോലീസ്. അപ്പൊ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. ഇവരുടെ സായുധ ബ്ലാക്ക് ഷർട്ടും മുസോളിനിന്റെ ഫാസിസത്തിലും, ബ്രൗൺ ഷർട്ട് ആരുതാണ്? നമ്മളെ ഹിറ്റ്ലറിന്റെ അതുമാണ് ബെനിറ്റോ മുസോളിനി. മറ്റാളെ പേര് അഡോൾഫ് ഹിറ്റ്ലർ. രണ്ടാളുടെ ഓർത്തു വെക്കുക കേട്ടോ. വളരെ പ്രധാനപ്പെട്ട 2 അഗ്രസീവ് ആയിട്ടുള്ള 2 ലീഡേഴ്സ് ആയിരുന്നു ഇവർ രണ്ടുപേരുമാണ് 2ാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണം. ഇനി എന്താണ് 2ാം ലോക മഹായുദ്ധത്തിൽ ഉണ്ടായ പ്രധാനപ്പെട്ട? വേഴ്സായ് ഉടമ്പടിയാണ് 2ാം ലോക മഹായുദ്ധത്തിന് വിത്തുകൾ പാടിയത്. ഇതിന് ഈ ജർമ്മനിക്ക് എന്താണ്, ഈ പ്രദേശങ്ങളെ തിരിച്ചപ്പോ കുറെ
പ്രദേശങ്ങൾ നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ യുദ്ധത്തിന്റെ പിഴകൾ വലിയ തോതിൽ പിഴകളും ചുമത്തേണ്ടി പറ്റും. അതാണ് ഇവർക്ക് വേഴ്സായി ഉടമ്പടി, വേഴ്സലായി ട്രീറ്റി എന്നാണ് അതിന് പറയാം. ഇനി അടുത്തതാണ് ലീഗ് ഓഫ് നാഷന്റെ വമ്പിച്ച പരാജയം. ഇനിയൊരു യുദ്ധം വേണ്ട എന്ന് കരുതിയിട്ട് ഉണ്ടാക്കിയ സംഘടനയാണ് വേഴ്സായി ഉടമ്പടി. ആ വേഴ്സായി ഉടമ്പടി രാജ്യങ്ങള് തമ്മിലുള്ള തർക്കങ്ങള് പരിഹരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അതുപോലെ തന്നെ ഇനിയൊരു നിരായുധീകരണം നടപ്പിലാക്കാനും അവർക്ക് കഴിഞ്ഞില്ല. ജർമ്മനിയും അതുപോലെ ജപ്പാനും ഇറ്റലിയുടെ നേതൃത്വത്തിൽ വമ്പിച്ച തോതിലുള്ള ആക്രമണം. ജപ്പാനും ഇറ്റലിയും ഒക്കെ തുടർച്ചയായിട്ട് മറ്റ് രാജ്യങ്ങളെ ആക്രമിക്കുക. അതൊക്കെ ലീഗ് ഓഫ് നാഷന്റെ പരാജയത്തിന് കാരണം. എന്താണ് ലീഗ് ഓഫ് നാഷന്റെ പരാജയത്തിന് കാരണം? ഇതിന്റെ റീസൺ പ്രധാനപ്പെട്ട റീസൺ 1939 ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചതാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ പ്രധാനപ്പെട്ട കാരണം. ഓക്കെ, എന്താണെന്നുള്ളത് ഒന്ന് ഓർത്തു വെക്കുക. എന്താണ് വേഴ്സലായി ട്രീറ്റി, അതുപോലെ തന്നെ ലീഗ് ഓഫ് നാഷന്റെ പരാജയം. ഇനി അടുത്തത് എന്താണ് ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഫലങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. എന്താണ് അതിന്റെ ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണ്? ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടു. ലോകത്താകെ ഭക്ഷണങ്ങൾക്കൊക്കെ ക്ഷാമം അനുഭവപ്പെട്ടു. അതുപോലെ തന്നെ യൂറോപ്യൻ സമ്പദ് വ്യവസ്ഥ തകർന്നു. യൂറോപ്പിന്റെ ആധിപത്യം നഷ്ടപ്പെട്ടു. ഐക്യരാഷ്ട്രസഭ, അതായത് ലീഗ് ഓഫ് നാഷന് പകരം ഇന്ന് നിലനിൽക്കുന്ന UNO കൊണ്ടുവന്നത് ഇതാണ്. അമേരിക്ക സോവിയറ്റ് യൂണിയനും ഉയർന്നു വന്നു. ലോകത്തിലെ 2 ബ്ലോക്കുകളായി മാറി ആ കാലഘട്ടത്തിൽ. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കയുടെ നേതൃത്വത്തിൽ ഒരു ക്യാപിറ്റാലിസ്റ്റ് ബ്ലോക്കും അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയന്റെ കീഴിൽ ഒരു സോഷ്യലിസ്റ്റ് ബ്ലോക്കും. ഇവർ തമ്മിലായി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യുദ്ധം. അതാണ് ഇതിലെ ഇമ്പാക്ട്. ഇനി അടുത്തത് നമ്മളെ ഏജൻസികളാണ്. ഒരു അഭിപ്രായ സർവേകൾ അല്ലെങ്കിൽ ഒരു പൊതുജന അഭിപ്രായം ഇതാക്കുന്ന ഡിഫറെന്റ് ഏജൻസികളാണ്. അതൊന്ന് ഓർത്ത് വെക്കുക. ഏതാണ്? ഒന്ന് നമ്മളെ ഫാമിലിയാണ് അല്ലെ. പിന്നെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നമ്മളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പിയർ ഗ്രൂപ്പ്സ്, നമ്മളെ സമപ്രായക്കാര്, മീഡിയ, മാധ്യമങ്ങളിലൂടെയാണ് ജനങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ ന്യൂസ് പേപ്പറുകൾ, നമ്മളെ ന്യൂസ് പേപ്പറിലെ എഡിറ്റോറിയലുകളൊക്കെ ആ പത്രത്തിന്റെ അഭിപ്രായങ്ങളാണ്, ജനങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇതാക്കിയിട്ടാണിത്. റേഡിയോ, പണ്ട് കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് റേഡിയോ, ടെലിവിഷൻ, സോഷ്യൽ മീഡിയ, പൊളിറ്റിക്കൽ പാർട്ടീസ്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഓർഗനൈസേഷൻ, ഒപ്പീനിയൻ പോൾസ്, ആർട്ട് ആൻഡ് കളർ. ഈ ഒപ്പീനിയൻ പോൾസ് എന്താടാ? ഈ ഒപ്പീനിയൻ പോൾസ് അഭിപ്രായ സർവേകൾ. ഇപ്പോ ഈ കേരളം ഇനി വലിയൊരു ഇലക്ഷനിലേക്ക് കടക്കുകയാണ്. ഈ ഇലക്ഷനിലേക്ക് കടക്കുമ്പോൾ ഇനി ജനങ്ങൾക്ക് ആര് വേണം എന്ന് പറഞ്ഞ സർവേകളൊക്കെ ഇപ്പോൾ അങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ജനങ്ങളുടെ അഭിപ്രായം എന്താകാൻ ഈ ഒപ്പീനിയൻ പോൾസ് ഇതാകാൻ, ആര് വേണം ഇനി ഭരിക്കാൻ. അപ്പൊ നിങ്ങൾ വാർത്തകളിലൊക്കെ കേട്ടിട്ടുണ്ടാവും ആര് മുഖ്യമന്ത്രിയാണ്, ഏത് ഗവൺമെന്റ് ആണ് വരേണ്ടത്, ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ. അത് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വരൂപിക്കുകയാണ്. അതുപോലെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള കലാരൂപം, ലിറ്ററേച്ചർ, ചില സിനിമകളിലൊക്കെ രാഷ്ട്രീയം പറയാറുണ്ട്, ശക്തമായിട്ടുള്ള രാഷ്ട്രീയം പറഞ്ഞാൽ. ഇപ്പൊ ജനഗണമന എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ട് പൃഥ്വിരാജിന്റെ, നല്ല രാഷ്ട്രീയം പറയുന്ന സിനിമ. എങ്ങനെയൊക്കെയാണ് ഒരു രാഷ്ട്രീയം, എങ്ങനെയാണ് പൊളിറ്റിക്സ്, എങ്ങനെയാണ് ഇവിടെ ഡൊമിനേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് അത് സിനിമകളിലൂടെ പോയി. അതുപോലെ പണ്ട് സാഹിത്യ കൃതികളിലാണ് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നത്. ഇന്നിപ്പോ സോഷ്യൽ മീഡിയയിലൂടെയാണ് അല്ലെ, പ്രധാനപ്പെട്ട സോഷ്യൽ മീഡിയയിലൂടെ നമ്മളെ അഭിപ്രായങ്ങൾ പറയാ, നമ്മളെ ഓരോ കണ്ടന്റുകൾ പറയാ. അതൊക്കെ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ പെട്ടെന്ന് വൈറലാകാം, പെട്ടെന്ന് ഇതാക്കാനും കഴിയുന്ന ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതാക്കാൻ കഴിയും. അപ്പോൾ ഇതിൽ നിന്നൊരു ഏജൻസികളെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കൂല, എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഏജൻസികൾ ഇതാകുന്നത്. അതുപോലെ തന്നെ പിയർ ഗ്രൂപ്പ്, ഓരോ ഗ്രൂപ്പിനും, ഫാമിലിക്ക് ഒരു അഭിപ്രായം, ജനങ്ങളുടെ അഭിപ്രായം. അപ്പൊ പബ്ലിക് ഒപ്പീനിയന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഏജൻസികളെ ഒന്ന് ഓർത്തു വെക്കാം. ഇനി എന്തൊക്കെയാണ് പബ്ലിക് ഒപ്പീനിയന്റെ ഡിഫറെന്റ് തകർച്ചകൾ അല്ലെങ്കിൽ അതിന്റെ ഒരു വെല്ലുവിളി ആയിട്ടുള്ളത്? ഒന്ന് ഇല്ലിറ്ററസിയാണ്, ഡിജിറ്റൽ ഡിവൈഡ്, അതായത് ഡിജിറ്റലായിട്ട് കിട്ടാത്ത അവസ്ഥ, പോവേർട്ടി, ദാരിദ്ര്യം, അൺഹെൽത്തി പൊളിറ്റിക്കൽ ആക്ടിവിറ്റി, ചില രാഷ്ട്രീയ ആക്ടിവിറ്റികൾ ഇതുണ്ട്. അതുപോലെ തന്നെ അൺഹെൽത്തി എലക്ഷൻ പ്രാക്ടീസസ്, ചില എലക്ഷൻ പ്രാക്ടീസുകൾ, അതുപോലെ കറപ്ഷൻ, അതുപോലെ തന്നെ പ്രാദേശികവാദം, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പബ്ലിക് ഒപ്പീനിയന്റെ വെല്ലുവിളികളായിട്ടുള്ള കാര്യങ്ങൾ. ഇനി അടുത്തത് ഒരു വൺ വേർഡ്
ജോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ഡിഫറെന്റ് ആയിട്ടുള്ള പ്രാദേശിക വാതകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ലു എവിടെയാണ്? ഉത്തരേന്ത്യൻ സമതലത്തിലാണ്. ഞങ്ങളൊക്കെ SLC പഠിക്കുന്ന സമയത്ത് എപ്പോഴും ചോദിച്ചിരുന്ന ചോദ്യം കേട്ടോ. ലു ഉഷ്ണക്കാറ്റ്, സവിശേഷത എന്താണ്? നല്ല ഉഷ്ണമായിട്ടുള്ള ചൂടുള്ള കാറ്റാ. ചിനൂക്ക് റോക്കി പർവ്വതം, ഏതാണ്? നമ്മളെ റോക്കി ബൈൻ ഓർത്താൽ മതി. ഏതാണ്? റോക്കി. വരണ്ട ഉഷ്ണക്കാറ്റ്. ഫോൻ ആൽപ്സ് പർവ്വത നിരത്തിലാണ്. വരണ്ട ഉഷ്ണക്കാറ്റാണ്. ഹാർമറ്റൻ സഹാറ മരുഭൂമിയിലാണ്. കൊടും ചൂടിന് ശമനം ആണ് ഇതിനുള്ളത്. ഇനി അടുത്തതാണ് പേഴ്സിപ്പിറ്റേഷൻ, വർഷം. തുടർച്ചയായിട്ടുള്ള ഘർഷണം, കണ്ടൻസേഷൻ രൂപത്തിലുണ്ട്. കണ്ടൻസേഷൻ ഉണ്ടാവുമ്പോൾ ജലകണികകളുടെ വലിപ്പം കൂടി വന്ന് ജലകണികകൾ മേഘങ്ങളിൽ നിന്ന് മോചിക്കപ്പെടുകയും വ്യത്യസ്ത രൂപങ്ങളിൽ ഭൂമിയിൽ പതിക്കുകയും ചെയ്യും. കണ്ടൻസ്ഡ് ആയിട്ടുള്ള ജലകണികകൾ എന്താണ്? വലിയ വലുപ്പത്തിൽ എന്ത് ചെയ്യും? ഭൂമിയിലേക്ക് പെർസിപ്പിറ്റ് ചെയ്ത് വരികയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മഴ. ജലത്തുള്ളികളായിട്ടാണ് വരിക, നമ്മുടെ സാധാ മഴ. അതുപോലെ തന്നെ മഞ്ഞു വീഴ്ച, നല്ല 0 ഡിഗ്രി താഴെ പോലെ എന്താണ് ചെറിയ ചെറിയ മഞ്ഞുകൾ ഇങ്ങനെ വീഴും ചില സമയത്ത്. ഈ ഇപ്പൊ കുളു മണാലി പ്രദേശങ്ങളിലും അതുപോലെ ഇവിടെ ഉണ്ടാവും, ചെറിയ തോതിലാണ് ഉണ്ടാവുക. ആ പെർസിപ്പിറ്റ് ചെയ്യുക, വർഷണമായിട്ട് വരിക. കണ്ടൻസ്ഡ് ആയിട്ടുള്ള വാട്ടറിന്റെ അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ എന്താണ്? ഡ്രോപ്ലെറ്റ് ആയിട്ട് വരികയാണ്. അടുത്തത് ആലിപ്പഴം പൊറുക്കാൻ പറഞ്ഞുകൊണ്ട് ഒരു പാട്ടൊക്കെ ഉണ്ട്. ആലിപ്പഴം വീഴ്ച. ആലിപ്പഴങ്ങൾ കിട്ടിയിട്ടുണ്ടാവും ചില സമയത്ത് കാണാം. ഐസ് കട്ടകൾ പോലെ ഇങ്ങനെ വലിയ തോതിൽ ഇതാകുന്നതാണ്. തുടർച്ചയായിട്ട് ഘനീകരണത്തിന് വിധേയമാകുന്ന ജലകണികകൾ പാളികളായി തണുത്തുറത്ത് മഞ്ഞുകട്ടകളായിട്ട് വരുന്നതാണ് ഏത് പറയുന്നത്? ആലിപ്പഴ വീഴ്ച. ഓക്കെ, പെർസിപ്പിറ്റേഷന്റെ 3 രൂപങ്ങൾ ഒന്ന് ഓർത്തു വെക്കട്ടോ. ഇനി ഡിഫറെന്റ് ആയിട്ടുള്ള നമ്മളെ ക്ലൗഡ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് സിറസ് ക്ലൗഡ് അല്ലെ, നല്ല തൂവൽ പോലെ ഉള്ള ഒരു ക്ലൗഡാണ്. ഇതാ ഒന്നാമത്തെ പിക്ചറിൽ ഇതാണ് നമ്മളെ സിറസ് മേഘം. ഇതാണ് നമ്മളെ സ്ട്രാറ്റസ് മേഘം. സ്ട്രാറ്റസ് മേഘം ഏതാണ്? തിക്ക് ലെയേർഡ് ആണ്. തിക്ക് ലെയേർഡ്. ക്യുമുലസോ നല്ല പഞ്ഞിക്കെട്ട് പോലെ, കോട്ടൺ നൂല് പോലെയുള്ള ഒരു ഇതാണ് ഇത് നമ്മളെ ക്യുമുലസ് മേഘം. ഇനി നിംബസോ വളരെ ഡാർക്ക് ആയിട്ടുള്ള മേഘങ്ങൾ. അപ്പൊ ആ ക്ലൗഡ്സിന്റെ അത് ചിലപ്പോൾ 2 മാർക്കിനൊക്കെ പ്രതീക്ഷിക്കാം കേട്ടോ, ഏതൊക്കെയാണെന്നുള്ളത് ഡിഫറെന്റ് ക്ലൗഡ്സ്. ഇപ്പൊ പ്രധാനപ്പെട്ട പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് അത് ഏതൊക്കെ? 2 തരത്തിൽ അതിനെ ക്ലാസിഫൈ ചെയ്യാം അല്ലെ. പ്രകൃതി ദുരന്തങ്ങൾ, അതിലൊന്ന് സ്വാഭാവിക കാരണങ്ങളും മനുഷ്യ ജീവന കാരണങ്ങളും. അതിൽ സ്വാഭാവിക കാരണത്തിൽ ഒന്ന് അഗ്നിപർവ്വതം ഉണ്ടാകുക, സമുദ്രജല പ്രവാഹങ്ങൾ ഉണ്ടാവും, ഭൂഖണ്ഡങ്ങളുടെ ചലനം, ഫലകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന ചലനം, കാട്ടുതീ, നല്ല കാട്ടുതീ ഉണ്ടാവും, സൗരപ്രവർത്തനത്തിലേത്. അതുപോലെ തന്നെ മനുഷ്യന്റെ കാരണത്താൽ ഉണ്ടാകുന്നതാണ് വനനശീകരണം, എണ്ണ ഖനനം, വ്യവസായവൽക്കരണം, ഫോസിൽ ഖരമാലിന്യങ്ങൾ. ഇതൊക്കെ മനുഷ്യന്റെ കാരണത്താൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇത് സ്വാഭാവിക കാരണങ്ങളും ഇത് മനുഷ്യജന കാരണങ്ങളുമാണ്. ഇനി ലോകത്തിലെ ഈ പ്രകൃതിയെ സംരക്ഷിക്കാൻ ചില ഉദ്യമങ്ങളൊക്കെ ഉണ്ട്. അതേതൊക്കെയാണെന്നുള്ളതാണ്. ഇതൊന്ന് കാലാവസ്ഥ സംഘടനയുടെ പ്രധാനപ്പെട്ട ഒരു ലോക കാലാവസ്ഥ സംഘടനയുടെ പ്രധാനപ്പെട്ടത് കാലാവസ്ഥാ സമ്മേളനങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്റ്റോക്ക്ഹോം സമ്മേളനം, പരിസ്ഥിതിയുടെ പരിപാലനവും വികസനവും. ഭൗമ ഉച്ചകോടി, ജിയോ ട്രീറ്റി, അത് പറയുന്നത് പ്രകൃതി സൗഹൃദ വികസനം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. ക്യോട്ടോ പ്രോട്ടോകോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അന്തരീക്ഷത്തിലെ ഗ്രീൻ ഹൗസ് ഗ്യാസുകളെ ഒഴിവാക്കാനുള്ളതാണ് ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഇനി മോൺട്രിയാൽ പ്രോട്ടോകോൾ ഏതാണ്? ഓസോൺ പാളിക്ക് നാശം വരുത്തുന്നതിന് ഇതല്ലേ. ഓസോൺ പാളി വിള്ളല് വെൽക്കാണ് നമ്മളെ സ്ട്രാറ്റോസ്ഫിയറിലുള്ള ഒരു ലെയറാണ്. നമ്മളെ അൾട്രാ വയലറ്റ് രേഖകളെ തടഞ്ഞു നിർത്തുന്ന ഒരു ലെയറാണ് ഓസോൺ പാളി. ഈ ഓസോൺ പാളിയിൽ ഇതാകുന്നതാണ് മോൺട്രിയാൽ പ്രോട്ടോകോൾ. അതായത് പാരീസ് ഉടമ്പടി, ആഗോള താപന വർധനവ്, അതായത് ഗ്ലോബൽ വാർമിംഗ് തടയുക എന്നുള്ളതാണ്. G20 ഉച്ചകോടിക്കുള്ളത് എന്താണ്? G20 ഉച്ചകോടി ഇന്ത്യയിലൊക്കെ നടന്നിട്ടുള്ളതാണ്. ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി, ഹരിത വികസനം. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് പ്രധാനപ്പെട്ടത്. ഇത് 1 വേർഡുകളായിട്ട് ചോദിക്കട്ടെ, ഓരോന്ന് ടേബിൾ രൂപത്തിൽ തന്നെ ഒന്ന് കാണാതെ പഠിക്കാം.
ഇനി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 നിലവിൽ വന്നതെന്നാണ് ജൂലൈ 20 2019 കൺസ്യൂമറിനെ ബോധവൽക്കരിക്കാനും കൺസ്യൂമറിന്റെ പ്രശ്നങ്ങൾ ഇന്നിപ്പോ ഒരുപാട് കൺസ്യൂമർ ചീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പല ഓൺലൈൻ സാധനങ്ങളും വന്നിട്ട് ഓൺലൈനിലായിട്ട് വന്നിട്ട് അത് യഥാർത്ഥ സാധനങ്ങൾ കിട്ടില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് കൺസ്യൂമറെ അല്ലെങ്കിൽ ഉപഭോക്താവിനെ ബോധവൽക്കരിക്കുന്നതിനെയാണ് ഈ ഒരു ആക്ട് കൊണ്ട് കൺസ്യൂമറെ നമ്മളൊക്കെ ഉപഭോക്താവ് നമ്മളെന്നും ഡെയിലി ലൈഫിൽ മാർക്കറ്റിലൊക്കെ ഓരോ സാധനങ്ങൾ പഠിക്കും. അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനാണ് ഈ ആക്ട് കൊണ്ടുവന്നത്. ഇതിനൊരു അതോറിറ്റിയെ സെൻട്രൽ കൺസ്യൂമർ അതോറിറ്റി എന്ന് പറയുന്നത് ഇത് കൊണ്ടുവന്നത് റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ, ഒരു ഉപഭോക്താവിന്റെ അവകാശങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഇതില്, അതിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ ഉപഭോക്തൃ നിയമം 2019 ഇതാക്കുന്നത്. ഇതിന്റെ മുമ്പ് ഇറങ്ങിയത് 1986. ഇപ്പൊ പുതിയതുള്ള ആക്ടാണ് 2019. ആ ആക്ട് ഒന്ന് ഓർത്തു വെക്കട്ടോ. ഇനി എങ്ങനെയാണ് ഇതിന്റെ പരിഹാര ഘടന എന്നുള്ളതാണ്. ഒന്ന് ജില്ലയിൽ ഒരു ആളുണ്ടാവും, പിന്നെ സംസ്ഥാനത്ത് ഒരാളുണ്ടാവും, പിന്നെ മൂന്നാമത്തത് ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാരം, പിന്നെ സുപ്രീം കോടതി. ഇപ്പൊ അടുത്തൊരു വാർത്ത കിട്ടിയിരുന്നു, പലതരത്തില് ബാങ്കുകളിൽ ബാലൻസിന്റെ ഒരു ഇഷ്യൂ ഉണ്ട്, മിനിമം ബാലൻസ് കൊടുക്കുക. അതിനെതിരെ പോരാടി അദ്ദേഹത്തിന് അനുകൂലമായ വിധി, അങ്ങനെ ഒരുപാട് ചീറ്റ് ചെയ്യപ്പെടുന്നതിന് ഒരുപാട് കേസുകളുണ്ട്. നിങ്ങൾ ഒന്ന് അന്വേഷിച്ചാൽ തന്നെ കിട്ടും. അതൊക്കെ വെച്ച് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതാം കേട്ടോ. ഇതിനൊക്കെ ഓരോ പരിധികളുണ്ട്. ഇതിൽ 1 കോടിയാണ്, ഇത് 1 കോടി മുതൽ 10 കോടി വരെയാണ്. 10 കോടി വരെയാണ് ഇതിലുള്ളത്. രാജ്യത്തിന്റെ ഏറ്റവും പരമാവധി പോലെ സുപ്രീം കോടതി വരെ ഇതിന് പോകാമെന്നുള്ളതാണ്. ഇനി ഒരു നല്ല ഫുഡ് പ്രൊഡക്റ്റിന്റെ 3 പ്രധാനപ്പെട്ട മാർക്കുകൾ ഏതൊക്കെയാണ്? ഒന്ന് ISI മാർക്ക്. ഏതാണ്? ISI മാർക്കാണ്. ഇത് ISI മുദ്ര, സിമെന്റ്, പേപ്പർ, പെയിന്റ്, ഗ്യാസ് സിലിണ്ടർ തുടങ്ങിയ വ്യവസായ ഉൽപ്പന്നങ്ങളിൽ ഈ ചിഹ്നങ്ങൾ കാണാം. ഗ്യാസിലൊക്കെ നോക്കിയാൽ ഈ ISI ചിഹ്നം. അഗ്മാർക്ക്, കാർഷിക വനം ഈ ചിഹ്നം ഉറപ്പുവരുത്തുന്നത്. ഇത് ഫെസായ്, ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിനാണ് ഈ 3 ചിഹ്നങ്ങൾ. അപ്പോൾ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിന്റെ 3 ഇത് ഏതൊക്കെയാണ്? ഒന്ന് ISI മാർക്ക്, അഗ്മാർക്ക്, അത് കാർഷിക വന ഉൽപ്പന്നങ്ങൾക്കാണ്. എല്ലാ ഭക്ഷ്യസുരക്ഷ, ഇത് എല്ലാ ഭക്ഷണ സാധനത്തിന്റെ പുറത്ത് ഈ സാധനം, ഈ ചിഹ്നം കിട്ടണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് വിൽക്കാൻ പറ്റുള്ളൂ. ഇനി എന്താണ് റിസർവ് ബാങ്ക്? പടത്തിലെ പ്രധാനപ്പെട്ട ഒരു ഇതാണ്. ബാങ്കുകളുടെ ബാങ്കാണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കാണ്, ഇന്ത്യയുടെ ബാങ്കാണ് ഇത്. 1935 1935 ഏപ്രിൽ 1 ഇത് കൊണ്ടുവന്നത്. ഇത്തരത്തിലുള്ള പോയിന്റുകൾ നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ ഒരു ഇംപ്രഷൻ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. തുടക്കത്തിൽ ഇതൊക്കെ ഒന്ന് എഴുതി വെച്ച റിസർവ് ബാങ്കിന്റെ ഇന്ത്യയുടെ ബാങ്ക് പരമോന്നത ബാങ്കാണിത്. ഇത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മുംബൈയിലാണ്. ഇങ്ങനെയൊക്കെ ഒരു പോയിന്റ് ഒക്കെ എഴുതി വെച്ചാൽ നല്ലൊരു ഇംപ്രഷൻ കിട്ടും. അപ്പോൾ അതിലൊന്നാമത്തതാണ് ഇത് കറൻസി അച്ചടിക്കുക അല്ലെ. കറൻസി അച്ചടിക്കുന്നത് ആരാണ്? നമ്മൾ റിസർവ് ബാങ്കാണ്. എല്ലാ രൂപയിലും നിങ്ങൾ നോക്കിയാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് കാണും. 1ാമത്തെ ഫംഗ്ഷൻ പഠിച്ചില്ലേ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. 2ാമത്തേത് ബാങ്കുകളുടെ ബാങ്ക്. എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്കും ഉണ്ടാകുന്നത് പ്രവർത്തിക്കുന്നതാണ് ബാങ്കുകളുടെ ബാങ്ക്. ഇപ്പൊ സുരാജ് പറയുന്നത് എനിക്ക് രണ്ട് ബാങ്കൊക്കെ ഉണ്ട് അറിയുന്നുണ്ട്, റിസർവ് ബാങ്ക് 2 ഒന്ന് കാക്കനാടും ഇതും. പക്ഷെ അങ്ങനെ ഉണ്ടോ? രാജ്യത്തിന് തന്നെ ആകുന്നുള്ളൂ റിസർവ് ബാങ്ക്. ഒരു സിനിമയിൽ സുരാജ് പറയുന്ന രസകരമായത് തന്നെ. എല്ലാ ബാങ്കുകളുടെയും ബാങ്കാണ് ഇത് റിസർവ് ബാങ്ക്. 1 വേർഡ് ചോദിച്ചാൽ എന്താ? ബാങ്കുകളുടെ ബാങ്ക് ഏതാണ്? റിസർവ് ബാങ്കാണ്. അപ്പോൾ അടുത്തത് പണത്തിൻ്റെ അളവും വായ്പയും നിയന്ത്രിക്കുന്നു. എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് റിസർവ് ബാങ്കാണ്. റിസർവ് ബാങ്കിലെ പ്രധാനപ്പെട്ട 2 നയങ്ങളാണ് റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റും. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മോണിറ്ററി പോളിസി പോലുള്ള ഇത് മലയാളത്തിലും ഇങ്ങനെ തന്നെ ഉണ്ടോ? റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ, ഇത്തരത്തിലുള്ള പോളിസികൾ. പണപ്പെരുപ്പം ഉണ്ടാകുമ്പോൾ റിപ്പോ റേറ്റ്. എന്താണ് റിപ്പോ റേറ്റ് എന്നുള്ളത്? ബാങ്കുകൾ എന്ത് ചെയ്യാണ്? ബാങ്കുകൾ കൊമേഴ്ഷ്യൽ ബാങ്കിന് നൽകുന്ന വായ്പകൾക്ക് പലിശ ഈടാക്കാറുണ്ട്. അതാണ് എന്ത്? റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. എന്താണ്? കൊമേഴ്ഷ്യൽ ബാങ്കിന് റിസർവ് ബാങ്ക് നൽകുന്ന വായ്പയിലെ പലിശ തിരിച്ചടക്കുമ്പോൾ പലിശ കൊടുക്കണ്ടേ, ആ പലിശക്കാണ് എന്താ പറയുക? റിപ്പോ റേറ്റ്. എന്നാൽ റിവേഴ്സ് റിപ്പോ റേറ്റോ? കൊമേഴ്ഷ്യൽ ബാങ്കിലുള്ള പൈസ
നേരെ റിസർവ് ബാങ്കിന് കൊടുക്കുമ്പോൾ റിസർവ് ബാങ്ക് എന്ത് ചെയ്യും? പലിശ കൊടുക്കും. ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പലിശ കൊടുക്കുമല്ലോ, അതിനെയാണ് എന്താ പറയുക, റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഇത് രണ്ട് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യും പണപ്പെരുപ്പം ഉണ്ടാകുന്ന സമയത്ത്. അപ്പോൾ അതാണ് റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റും, രണ്ടും ഒന്ന് ഓർത്ത് വെക്കുക. അത്തരത്തിലുള്ള നയങ്ങളൊക്കെ ഇതാക്കുന്നതാണ്. അതുപോലെ തന്നെ സർക്കാരിൻ്റെ ബാങ്കായിട്ടൊക്കെ പ്രവർത്തിക്കും. ഗവൺമെൻറ്റിനനുസരിച്ച് ഗവൺമെൻറ്റിൻ്റെ ചില പോളിസികളൊക്കെ ഇപ്പോൾ 2016 നവംബർ 8 നമ്മളെ പ്രധാനമന്ത്രി എന്ത് ചെയ്തു? നമ്മളെ നോട്ട് നിരോധിച്ചു. ഗവൺമെന്റ് വന്നിട്ടാണ്, ഗവൺമെന്റാണ് ആ ലീഗൽ ടെൻഡർ, ആ നോട്ടിന്റെ ടെൻഡർ ഒഴിവാക്കിയത്. അപ്പൊ ഗവൺമെന്റിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ധനകാര്യമന്ത്രിയും അടിസ്ഥാനത്തിൽ അതുപോലെ ഒക്കെ ഡിസ്കസ് ചെയ്ത് പ്രധാനമന്ത്രിയോടൊക്കെ ഡിസ്കസ് ചെയ്തിട്ടാണ് റിസർവ് ബാങ്ക് പ്രവർത്തിക്കുന്നത്. ഓക്കെ, റിസർവ് ബാങ്കിന്റെ ഇനി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡെപ്പോസിറ്റുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. ഒന്ന് ഏതാണ്? സേവിങ് ഡെപ്പോസിറ്റ്. ഏതൊക്കെയാണ്? സേവിങ് ഡെപ്പോസിറ്റ് ആളുകൾക്കിടയിൽ സമ്പാദ്യശീലം പ്രോത്സാഹിപ്പിക്കുന്നത്. നമ്മളെ തൊക്കെയുള്ള നോർമൽ അക്കൗണ്ടാണ് ഇത് സേവിങ് ഡെപ്പോസിറ്റ്. സേവിങ് അക്കൗണ്ടാണ് നമ്മളെ തൊക്കുള്ളത്. ഇതിനെന്താണ്? കുറഞ്ഞ പലിശ ഉണ്ടാവുള്ളൂ. നമ്മളെപ്പോഴും ട്രാൻസാക്ഷൻ നടക്കുന്നതാണ്. സേവിങ് അക്കൗണ്ട്, ATM എന്നൊക്കെ നിങ്ങൾക്ക് പൈസ എടുക്കുക, സേവിങ് അക്കൗണ്ട് എന്നില്ലേ, അല്ലെ സേവിങ് ഡെപ്പോസിറ്റിനില്ല അല്ലേ നിങ്ങൾ നിൽക്കുക. അപ്പോൾ അതാണ് സേവിങ്. എപ്പോഴും വേണമെങ്കിലും നമുക്ക് പണം നിക്ഷേപിക്കാനും നമുക്ക് ഇതാക്കാനും കഴിയും. ബാങ്കിലുള്ള ടൈമിൽ എപ്പോൾ വേണമെങ്കിലും ഇതാക്കാനും കഴിയും. അതുപോലെ തന്നെ കറണ്ട് ഡെപ്പോസിറ്റ്, ഇത് ഉപയോഗിക്കുന്നത് ബിസിനസ് പർപ്പസിനാണ്. ഈ ബിസിനസ് എപ്പോൾ വേണമെങ്കിലും അതുപോലെ ഇതെന്താണ്? നമുക്കിപ്പോൾ നമ്മളെ ബാങ്കിൽ നിന്ന് എടുക്കണമെങ്കിൽ, സേവിങ് അക്കൗണ്ടിൽ നിന്ന് എടുക്കണമെങ്കിൽ കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്. എന്നാൽ കറണ്ട് അക്കൗണ്ട്, ബിസിനസ് അക്കൗണ്ടിലെ കറണ്ട് അക്കൗണ്ടിൽ എടുക്കുമ്പോൾ ഇവർക്ക് എന്താണ്? അധികം ലിമിറ്റേഷൻസോ, ഇവർക്ക് എപ്പോൾ വേണമെങ്കിലും ഇതാകാം. അതുപോലെ തന്നെ ഓവർ ഡ്രാഫ്റ്റ് സിസ്റ്റം ഇവർക്ക് എന്താണ്? ചിലപ്പോൾ റോള് ചെയ്യാൻ, ബാങ്കിന്റെ സ്ഥിരം കസ്റ്റമർ ആണെങ്കിൽ കുറച്ച് പൈസ കുറഞ്ഞ വായ്പ എന്താണ് കുറഞ്ഞ ദിവസത്തേക്കൊക്കെ എന്താണ് ഇവർക്ക് ഓവർ ഡ്രാഫ്റ്റ് നൽകാനും പറ്റും. അതാണ് ഇത് കറന്റ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഇനി ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഒരു പീരീഡ് ഓഫ് ടൈമിന് എന്താണ് സേവിങ് അക്കൗണ്ടിൽ എന്താണ് ഡെപ്പോസിറ്റ് ഹയർ ദാൻ ഫിക്സഡ് ആയിട്ട് ഒരു സ്പെസിഫിക് ഒരു വർഷത്തേക്കാണെങ്കിൽ അതിന് ഇതാക്കുക, ഒരു വർഷത്തേക്ക് എന്ത് ചെയ്യുക? പണം നിക്ഷേപിക്കുക. ആ വർഷത്തിൽ മാത്രമേ ഇതാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഫിക്സഡ് ആയിട്ടുള്ള ഇതാണ്. ഇതിന് വളരെ വലിയ തോതിൽ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടും, വലിയ തോതിൽ ഇൻട്രസ്റ്റ് പലിശ കിട്ടും ഇതിന്. പക്ഷെ എന്താണ് ഈ ഇൻട്രസ്റ്റ് പെട്ടെന്ന് അത് പിൻവലിച്ചാൽ ഇൻട്രസ്റ്റ് കുറയും ചെയ്യും കേട്ടോ. പീരീഡ് ഇപ്പോൾ ഇന്ന് ഞാൻ ഫെബ്രുവരി 17 ഞാൻ ഇത് ഫെബ്രുവരി 17-ാം തീയതി ഞാൻ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് എടുക്കുക. ഞാൻ ഒരു വർഷം 2027 ഫെബ്രുവരി 17 വരെ ആ ഒരു പീരീഡ് വരെ ഞാൻ ഇത് ഇതാക്കാണ്. അപ്പൊ ആ വരെ നിന്ന പലിശ ഫുള്ള് കയറും. പക്ഷെ അതിന്റെ ഇടയിൽ നമ്മൾ പിൻവലിച്ചാൽ എന്ത് ചെയ്യും? പലിശ കുറയും. അതാണ് ഫിക്സഡ് അക്കൗണ്ട് എന്നാണ്. ഇനി റിക്കറിംഗ് ഡെപ്പോസിറ്റ്, ഇത് എന്താണ്? സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം ആണ്. സച്ച് ഡെപ്പോ ഹയർ ബട്ട് ലെസർ ദാൻ ഫിക്സഡ് ഡെപ്പോസിറ്റ്. ഇതിനും അത്യാവശ്യം പലിശ കണ്ടുണ്ട്, കുറഞ്ഞ സമയത്തിനാണ് റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ അത്ര പലിശ കിട്ടാത്തൊരു അക്കൗണ്ടാണ് റിക്കറിംഗ് ഡെപ്പോസിറ്റ്. ഓക്കെ, ഇനി എന്താണ് ബാങ്കിലെ പുത്തൻ രീതികൾ ഏതൊക്കെയാണ്? അതിലൊന്നാണ് നെഫ്റ്റ്, നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ. ഇത് അക്കൗണ്ട് ഒരു IFSC കോഡിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക്, ഒരു ബാങ്കുകളിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്ക് വേഗം പണം എത്തുന്നതാണ് നെഫ്റ്റ് എന്ന് പറയുന്നത്, അല്ലെ? നെഫ്റ്റ്. അതുപോലെ തന്നെ റിയൽ ടൈം സെറ്റിൽമെന്റ്, കുറഞ്ഞ സമയം കൊണ്ട് എന്താണ് ലാർജ് എമൗണ്ട്, വലിയ തുകകൾ ഇതാകുന്നതാണ് എന്ത്? റിയൽ ടൈം ക്രോസ് സെറ്റിൽമെന്റ്. ഇനി കോർ ബാങ്കിങ് enables to account or to carry or transform of its branches. There is no need to go specify where the account holder has the account. കോർ ബാങ്കിങ് ഏത് ഉണ്ടാവോ ബ്രാഞ്ച്, ആ ബ്രാഞ്ചിൽ നിന്ന് തന്നെ നമുക്ക് ട്രാൻസാക്ഷൻ നടത്താം. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളെ ഇത് വേറെ ദൂരത്ത് എവിടെയെങ്കിലും ആണെങ്കിൽ നമുക്ക് എന്താണ് ആ ബാങ്കിക്ക് പോകേണ്ട ആവശ്യമില്ല. ആർക്കാണ് ഇടേണ്ടത്? നമ്മളെ ബ്രാഞ്ചിൽ നിന്ന് തന്നെ പണം നിക്ഷേപിക്കാൻ കഴിയും. അതാണ് കോർ ബാങ്ക്. ഇനി അടുത്തത് നമുക്ക് ഏറ്റവും അറിയുന്നതാണ് UPI ബാങ്ക്. ഒറ്റ ആപ്പ് ഏതൊക്കെയാണ്? GPay, Paytm, PhonePe. ഇപ്പൊ ഏതാണ് പുതിയ ആപ്പുകളൊക്കെ ഉണ്ടല്ലോ. എന്താണ് ഏസ് മണിയോ സേവർ മണിയോ ആമസോൺ പേ, ഇഷ്ടം പോലെ. എന്താ സേവ് മണി, എന്താ കറക്റ്റ് എനിക്കറിയില്ല, ഞാൻ അധികം ഉപയോഗിക്കാത്തൊരു ആപ്പാണ്. അപ്പോ പിന്നെ ആമസോൺ പേ, അങ്ങനെ കുറെ പേകളുണ്ട് ഇപ്പോ. അപ്പോ ഇതാണ് എല്ലാവരും ഇപ്പൊ ജിപേ ആ ഒരു യുഗത്തിലാണ്. നെറ്റ് ബാങ്കിങ്
വളരെ സ്മൂത്ത് ആയിട്ട് എന്താണ് നമുക്കിപ്പോ ട്രാൻസാക്ഷൻ നമുക്കിപ്പോ ഇവിടെ നിന്നാണ്ട് എവിടേക്ക് വേണമെങ്കിലും നമുക്ക് അയക്കാം. വലിയൊരു അനുഗ്രഹമാണ്. അതാണ് പുത്തൻ ഇത്. UPI ഒക്കെ പരീക്ഷയ്ക്ക് വന്നാൽ അടിച്ചുവിട്ട് എഴുതിക്കൊണ്ടിട്ടോ ഒരു പേടി മുറിയാണ് ഏതൊക്കെയാണ് ആപ്പുകളൊക്കെ ഉള്ളത്. ഓക്കെ, ഇനി നമ്മൾ പ്രധാനപ്പെട്ട ഗാന്ധിജിയുടെ ആദ്യകാല സത്യാഗ്രഹങ്ങൾ ഏതൊക്കെയാണ് അത്? ചമ്പാരൻ സത്യാഗ്രഹം ഒന്നാമത്തേതാണ്. ചമ്പാരൻ സത്യാഗ്രഹം 1917. ആർക്കാണ് പ്രശ്നം? ഇൻഡിഗോ ഫാർമേഴ്സിനാണ്. ആർക്കാണ്? ഇൻഡിഗോ ഫാർമേഴ്സിനാണ്. രാജ്കുമാർ ശുക്ല ആണ് ഗാന്ധിജിയെ വിളിച്ചത്. ഗാന്ധിജിയുടെ ആദ്യത്തെ സമരമാണ് ഇത് ചമ്പാരൻ. ഇതിലെന്താണ് ഒരു കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യാമെന്നും ഫാർമേഴ്സിന്റെ ഇൻഡിഗോ പ്രശ്നം നീലം കർഷകർക്ക് വേണ്ടിയിട്ടാണ് ചമ്പാരൻ. ഇത് ബീഹാറിലാണ് 1900. ഇനി എന്താണ് അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്? ടെക്സ്റ്റൈൽ വർക്കേഴ്സ് ഡിമാൻഡഡ് ദ വെയ്ജ് ഹൈക്കിന് വേണ്ടിയിട്ടാണ് ഇവര് അഹമ്മദാബാദ് മില്ല്. അതില് ഗാന്ധിജി എന്ത് ചെയ്തു? വളരെ വലിയ തോതിൽ ഏർപ്പെട്ടു. വേഗം ഇതായി. ഒബ്സർവ്ഡ് ഫാസ്റ്റ് ആൻഡ് വേജസ് ഇൻക്രീസ്ഡ്. കൂലി എന്താണ്? കൂട്ടി. ഇനി കേരള സത്യാഗ്രഹയിലുള്ള പ്രശ്നം എന്താണ്? ഇവർക്ക് എന്താണ്? നാച്ചുറൽ കലാമിറ്റീസ് മൂലം ക്രോപ്പ് ഫെയിലർ ഉണ്ടായി. ഇവർക്ക് എന്താണ്? ടാക്സ് അടക്കാൻ പറ്റിയില്ല. അപ്പൊ ഇവരെന്താണ്? ടാക്സ് റെമിഷൻ ഗവൺമെന്റ് എന്ത് ചെയ്തു? അതിനുവേണ്ടി ഇവരെ എന്താ ടാക്സ് അടക്കാൻ കഴിയില്ല, അതിനുവേണ്ടി അപ്പോൾ ടാക്സ് ഗവൺമെന്റ് അഗ്രീഡ് ചെയ്തു. എന്ത്? ടാക്സിന്റെ ഇത്. അതാണ് കേരള സത്യാഗ്രഹം. 3 ആദ്യകാല സമരങ്ങൾ ഓർത്തു വെക്കുക. പരീക്ഷയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. SCRTന്റെ ചോദ്യപേപ്പറിൽ ഇത് 5 മാർക്കിന് വന്നിട്ടുണ്ട്. വിശദീകരിച്ച് ടെക്സ്റ്റ് ബുക്കിലെ ഇതാക്കിയിട്ട് 3 എണ്ണത്തിന്റെ വർഷങ്ങളടക്കം നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, ഇനി അടുത്തതാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒരു നിയമം കൊണ്ടുവന്നതാണ് റൗലറ്റ് ആക്ട്. എന്താണ് റൗലറ്റ് ആക്ട്? ഒരാളെ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യപ്പെടാം എന്നുള്ളതാണ് റൗലറ്റ് ആക്ട്. ഈ റൗലറ്റ് ആക്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടത് ജയിൽ വിത്തൗട്ട് വയലേറ്റഡ്, മനുഷ്യന്റെ മൗലികമായിട്ടുള്ള അവകാശങ്ങളൊക്കെ ഇതാക്കപ്പെട്ടു എന്നുള്ളത്. ഇതിനെതിരെ പോരാടിയതാണ് ജാലിയൻ വാലാബാഗ്. അമൃത്സറിലെ ഒരു സ്ഥലത്തിലാണ്. 1919 ഏപ്രിൽ 13 അല്ലേ? ഏപ്രിൽ 13 ഇത് നടന്നത്. ജനറൽ ഡയർ ആണ് ഇതിന് ഉത്തരവിട്ടത്. 379 ആളുകൾ എന്ത് ചെയ്തു? ഇതില് മരണപ്പെട്ടു. തൗസൻഡ്സ് ഓഫ് ഇഞ്ചേർഡ്. വലിയ തോതിൽ ജനറൽ ഡയർ എന്ന് പറയുന്ന ഒരു മനുഷ്യനല്ല അദ്ദേഹം, ഒരുപാട് ആളുകളെ അദ്ദേഹം വെടിവെക്കാൻ ഉത്തരവ് നൽകി. അത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു അക്രമം ആണെന്ത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് പറയുന്നത്. അപ്പോൾ 1919 ഏപ്രിൽ 13 ആ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഗാന്ധിജി പറഞ്ഞൊരു വാക്യുണ്ട്. എന്താ പറഞ്ഞത്? പ്ലാസി യുദ്ധം ബ്രിട്ടീഷുകാരെ അടിത്തറ പാകിയെങ്കിലും ഇന്ത്യൻ ജനതയെ ബ്രിട്ടീഷ് ഭരണത്തെ എതിർത്തത് ആരാണ്? ചെയ്തത്, അടിത്തറ ഇളക്കിയത് ആണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണെന്നാണ് ഗാന്ധിജി പറഞ്ഞത്. അങ്ങനെ അതിന്റെ ഫലമായിട്ടാണ് വലിയ തോതിലൊരു നോൺ കോപ്പറേഷൻ നിസ്സഹകരണ പ്രസ്ഥാനം 1920-22 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ വലിയൊരു നാഷണൽ സ്ട്രഗിൾ ഉണ്ടായത് ഇതിലാണ്. അപ്പോൾ ഈ റിട്ടേൺ ടൈറ്റിൽസ് ഇതിലെ ഒന്നാമത്താണ് മൂവ്മെന്റ് മെത്തേഡ്. അതിൽ ഒന്നാമത്താണ് ബഹുമതികൾ, സർ പദവികളൊക്കെ നൽകി ബ്രിട്ടീഷുകാരെന്ത് ചെയ്തു? സ്വാധീനം അതൊക്കെ ഇതാക്കി. അതുപോലെ തന്നെ റിസൈൻ ഗവൺമെന്റ് ജോബൊക്കെ ഇതാക്കുക. അതുപോലെ ബോയ്ക്കോട്ട് കോടതികളെ ഇതാക്കുക. സ്കൂൾ ഒഴിവാക്കുക. ഫോറിൻ ഗുഡ്സ് ഒഴിവാക്കുക. പ്രൊമോട്ട് ഖാദി, എസ്റ്റാബ്ലിഷ് നാഷണൽ സ്കൂൾ. ഇതൊക്കെയാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിലെ. ഇതിൽ വുമൻസ് എന്താണ് ചെയ്തത്? ഫോറിൻ ക്ലോത്തുകൾ കത്തിച്ചു. അതുപോലെ തന്നെ മില്ലുകളും വർക്കേഴ്സും ഒക്കെ എന്ത് ചെയ്തു? റെയിൽവേകളൊക്കെ സമരം നടത്തി. സ്റ്റുഡൻസിന് എന്താ ചെയ്തത്? ബോയ്ക്കോട്ട് സ്കൂൾസ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. സ്കൂളുകൾക്ക് പോകാതെ എന്ത് ചെയ്തു? ദേശീയ പ്രസ്ഥാനത്തിലെ കുട്ടികൾ ഭാഗമായി. ഇനി ട്രൈബൽസ് എന്താ ചെയ്തത്? ഫോറസ്റ്റ് ലോ എന്ത് ചെയ്തു? ഫോറസ്റ്റ് ലോ ഇതാക്കി. കാടത്തിലെ നിയമങ്ങളൊക്കെ ലംഘിച്ചു. അത് നിയമം ഇതാക്കാണ്. അതുപോലെ തന്നെ പെസൻസ്, അവധ് കിസാൻ സഭ, ജൂട്ട് കൾട്ടിവേഷൻ എന്ത് ചെയ്തു? ബോയ്ക്കോട്ട് ചെയ്യപ്പെട്ടു. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് എന്ത്? ഈ നിസ്സഹകരണ ഓരോ ഘട്ടത്തിലും ഓരോ മൂവ്മെന്റിലും ഓരോ വിഭാഗത്തിൽ അവരെന്തൊക്കെ ചെയ്തു എന്നുള്ളതും ഇതൊരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരും. ഇത് ഷോർട്ടായിട്ടാണ് തന്നിട്ടുള്ളത്. എല്ലാം നിസ്സഹകരണം നടത്തുക. ബ്രിട്ടീഷുകാരുമായിട്ട് ഫുൾ നിസ്സഹകരണം നടത്തുക. അതാണ് എന്ത്? നിസ്സഹകരണ
പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഇനി എന്താണ് ലാഹോർ സെഷൻ? ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതായിരുന്നു 1929 ഇതിൻ്റെ അധ്യക്ഷൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ജവഹർലാൽ നെഹ്റു വന്നതോടുകൂടി ഒരു പുതിയ മുഖം അല്ലെങ്കിൽ ഒരു യുവത്വ മുഖം എന്ത് ചെയ്തു? നാഷണൽ മൂവ്മെൻറ്റിന് വരികയാണ് ചെയ്തത്. ഇതിൽ ഗാന്ധിജി എന്ത് ചെയ്തു? ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനം ഇതാക്കാൻ ആരംഭിച്ചു. അതുപോലെ തന്നെ ജനുവരി 26 എന്ത് ചെയ്യപ്പെട്ടു? ഡിക്ലെയർഡ് റിപ്പബ്ലിക് ഡേ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ഡേ ആയിട്ട് ആചരിക്കാനും തീരുമാനിച്ചു. ഇതാണ് ലാഹോർ ക്വസ്റ്റ്യൻ. ദ അൾട്ടിമേറ്റ് എയിം ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈസ് ടു അറ്റൈൻ ഫ്രീഡം. അതാണ് ആ പ്രമേയം. ലാഹോറിലാണ് ഇത് നടന്നത്, ഇന്നത്തെ പാകിസ്ഥാൻ. അവിടെ നടന്നിട്ട് ഉണ്ടായ പ്രധാനപ്പെട്ടതാണ് ഇത്. ഗാന്ധിയുടെ നേതൃത്വത്തിൽ വലിയൊരു സമരം നടപ്പിലാക്കാൻ അതാണ് സിവിൽ ഡിസബിൾ, നിയമലംഘനം, നിയമങ്ങൾ ലംഘിക്കുക. 1930 എന്ത് ചെയ്തു? ദണ്ഡി മാർച്ച് ഇതാകാൻ. അതിൽ എത്രയാണ്? 78 വളണ്ടിയറാണ് വെച്ചത്. ദണ്ഡിയിലേക്ക് എന്താണ് ബ്രോക്ക് സാൾട്ടിലോ ഉപ്പ് നിയമങ്ങൾ ലംഘിച്ചു ഏപ്രിൽ 6. ഇതിൽ എന്താണ് പെസൻസ് എന്താ ചെയ്തത്? ടാക്സ് ഇതാക്കി. ലേബേഴ്സ് വലിയ തോതിൽ സമരങ്ങൾ നടത്തി. ബോയ്ക്കോട്ട് ഇമ്പോർട്ട്സ് ഇറക്കുമതികളെ നിരോധിച്ചു. പിന്നെ എന്താണ് പിക്കറ്റ് ഫ്രോണ്ടിയർ റീജിയനിൽ അതിന് നേതൃത്വം നൽകിയത് ആരാണ്? ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ. അതിർത്തി ഗാന്ധി എന്നാണ് അദ്ദേഹത്തെ അറിയുന്നത്. ഫ്രോണ്ടിയർ ഗാന്ധി ആരാണ്? ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ. ഉപ്പ് നിയമം ലംഘിക്കുക. ഉപ്പിന് വരെ നിയമം കൊണ്ടുവന്നു ആര്? ബ്രിട്ടീഷുകാർ. ആ ഉപ്പ് നിയമം കണ്ട് ലംഘിക്കുക. അതാണ് ദണ്ഡി മാർച്ചിലുണ്ടായ ഇതിൽ. ഇനി അടുത്തതാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്, ദ ആൻറ്റി ക്ലൈമാക്സ് ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. അപ്പോൾ ഇന്ത്യക്ക് ആ 2ാം ലോക മഹായുദ്ധമായപ്പോൾ ഇന്ത്യക്കാരുടെ സപ്പോർട്ട് ആർക്ക് വേണം? ബ്രിട്ടീഷുകാർ വേണം. അപ്പോൾ ഇവരെ ഒരു ക്രിപ്സ് മിഷൻ അയച്ചു, സ്റ്റാഫോർഡ് ക്രിപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്ത്യക്കാരെ സഹായം വേണം, പട്ടാളക്കാരെ വേണം, അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പട്ടാളത്തെ ഇതാകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഗാന്ധിജി വലിയ തോതിലൊരു സമരം കണ്ടു തുടങ്ങി. അതിൽ അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു വാക്കാണ് ഇത്, ഡു ഓർ ഡൈ. ഏതാണ്? ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ എന്താണ് മരിക്കുക എന്നുള്ളത്. ഇതിൽ സ്റ്റുഡൻസ് പങ്കെടുത്തു, അതുപോലെ തന്നെ യൂത്ത് വർക്കേഴ്സ് എല്ലാവരും ഇതിൽ പങ്കെടുത്തു. അതിലെ പ്രധാനപ്പെട്ട ലീഡേഴ്സ് ആരൊക്കെ? ജയപ്രകാശ് നാരായൺ, റാം മനോഹർ മോഹ, അരുണ ആസിഫ് അലി, സുജേത കൃപലാനി എന്നിവരൊക്കെ എന്താണ് പ്രധാനപ്പെട്ട ലീഡേഴ്സ് ഇതിന് വരെ ഇതായി. ദ ആൻറ്റി ക്ലൈമാക്സ് ഒക്കെ ഇതിൽ അരുണ ആസിഫ് അലി ഒക്കെ ഉണ്ടല്ലോ. ഈ അരുണ ആസിഫ് അലി എന്താണ്? ക്വിറ്റ് ഇന്ത്യ സമര നായികയാണ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ക്വിറ്റ് ഇന്ത്യ, ഇന്ത്യ വിടുക എന്നുള്ളതാണ് ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്നുള്ള വലിയൊരു മൂവ്മെന്റ്. എന്താണ് ആ സ്ലോഗൻ? ഡു ഓർ ഡൈ. ഏതാണ്? ഡു ഓർ ഡൈ, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. ഇതിൽ ഒരുപാട് ഗാന്ധിജി അടക്കം ഒരുപാട് ആളുകളെ എന്ത് ചെയ്തു? ഇംപ്രിസൺ ചെയ്തു. ഇനി 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇത്. ക്യാബിനറ്റ് മിഷൻ. എന്താണ് ക്യാബിനറ്റ് മിഷന്? ബ്രിട്ടീഷുകാരിലെ പ്രധാനപ്പെട്ട ക്യാബിനറ്റിൽ അംഗമായ മന്ത്രിമാർ വന്നതാണ്. അതിൽ ആരൊക്കെയാണ്? സ്റ്റാഫോർഡ് ക്രിപ്സ്, പെത്വിക് ലോറൻസ്, A.V. അലക്സാണ്ടർ എന്നിവയാണ് ഇതാക്കുന്നത്. അതിൽ ഇവർ തീരുമാനിച്ച 2 പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ്. ഇന്ത്യക്ക് ഒരു ഭരണഘടന ഉണ്ടാക്കാൻ, ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഉണ്ടാക്കാനും, അതുപോലെ തന്നെ ഒരു താൽക്കാലിക ഗവൺമെൻറ്, ഇൻ്ററിംഗ് ഗവൺമെൻറ് കൊണ്ടുവരുവാനും ഈ ക്യാബിനറ്റ് മിഷനിൽ തീരുമാനിച്ചു. 1900. ഈ 3 അംഗങ്ങളെ ഒന്ന് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ മൗണ്ട് ബാറ്റൺ പ്ലാൻ, ജൂൺ 3 പദ്ധതി എന്നും ഇതറിയപ്പെടുന്നുണ്ട്. ഇന്ത്യയെ 2ആയിട്ട് വിഭജിക്കാൻ തീരുമാനിച്ചു, ഇന്ത്യ പാകിസ്ഥാൻ എന്ന്. അതാണ് മൗണ്ട് ബാറ്റൺ പ്ലാൻ. ഇനി എന്താണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്? 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായി. അതാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി. അതിൻ്റെ മുമ്പ് ജൂൺ 14 ഓഗസ്റ്റ് 14 ആര് സ്വതന്ത്രമായി? പാകിസ്ഥാനും സ്വതന്ത്രമായി. അങ്ങനെ ഇന്ത്യയെ വിഭജിച്ച നിയമമാണ് ഇത്, മൗണ്ട് ബാറ്റൺ പ്ലാൻ. 3 ഒന്ന് ഓർത്തു വെക്കട്ടോ. ഇനി എന്താണ് ഇന്ത്യയുടെ ഇന്ത്യ ആഫ്റ്റർ പാർട്ടീഷൻ സെൻറ്റർ, എങ്ങനെയാണ് ഇന്ത്യയെ വിഭജിച്ചത് എന്നുള്ളതാണ്. ഇന്ത്യയെ വിഭജിച്ചത് ആളെ പേരാണ് സിറിക് റാറ്റ്ക്ലിഫ്. ഇന്ത്യ വിഭജിച്ചത് വലിയൊരു കോമഡി രൂപത്തിലാണ്. കാരണം ഇദ്ദേഹത്തിന് അത് ഇന്ത്യയെ ഭൂമിശാസ്ത്രപരമായിട്ടൊന്നും അറിയില്ലായിരുന്നു. ഇന്ന് നിലനിൽക്കുന്ന പാകിസ്ഥാനും അതുപോലെ തന്നെ ഇവിടെ നിൽക്കുന്ന ഇത് ഇങ്ങനെ ഒരു ഭാഗമാണെങ്കിൽ
ഇന്ത്യൻ മാപ്പാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഗുജറാത്തൊക്കെ കഴിഞ്ഞിട്ട് ഈ ഭാഗത്ത് എന്ത് ചെയ്തു, മൊത്തത്തിലൊരു പാകിസ്ഥാൻ എന്തായി, ഒരു പാകിസ്ഥാൻ പടിഞ്ഞാറൻ പാകിസ്ഥാനായിട്ടും ഇന്ത്യ മൊത്തത്തിന് എന്താണ് ഇവിടെ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളെ എന്ത് ചെയ്യപ്പെട്ടു, പാകിസ്ഥാനിൽ ഇടപെട്ടു. ഹിന്ദുസിനും ഭൂരിപക്ഷമുള്ള ഇന്ന് മുസ്ലിങ്ങളുണ്ട്, എന്നാൽ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളെ ഇന്ത്യ രാജ്യത്തിൽ ഉൾപ്പെടുത്തു. വേറൊരു കോമഡി എന്താ വെച്ചാൽ ഈ ഒരു ഭാഗത്തുള്ളവരെയും പാകിസ്ഥാൻ്റെതാണ്. ഇപ്പോഴത്തെ ബംഗ്ലാദേശ് ഇല്ലേ, ആ ബംഗ്ലാദേശിൻ്റെ ഭാഗത്തുള്ളവരെ അങ്ങനെ ഒരു രാജ്യം നോക്കിയും ജോഗ്രഫിക്കലി വളരെ ദൂരല്ല സെപ്പറേറ്റ് ആയിട്ടുള്ള കൺട്രീസ് ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിരോധാഭാസം. അപ്പോൾ മുസ്ലിങ്ങൾ കൂടുതലുള്ള പ്രദേശങ്ങളെ പാകിസ്ഥാനിലേക്കും ഹിന്ദുക്കൾ ഭൂരിഭാഗമുള്ള പ്രദേശങ്ങളെ ഇന്ത്യ രാജ്യത്തിലേക്കും ലയിച്ചുകൊണ്ട് രണ്ട് രാജ്യങ്ങളാക്കിയിട്ടാണ് തിരിച്ചത്. ഈ പാർട്ടീഷൻ്റെ പ്രശ്നം കൊണ്ട് ഇന്ത്യയിൽ വലിയ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയൊരു മൈഗ്രേഷനാണ്, പലായനം നടന്നതാണ് ഈ പാർട്ടീഷൻ. ഇതിലുണ്ടായ ഒരുപാട് അഭയാർത്ഥികൾ എന്ത് ചെയ്യപ്പെട്ടു, പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് എന്ത് ചെയ്യപ്പെട്ടു, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എന്താണ് പലായനം ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ തൗസൻഡ്സ് വേർ കിൽഡ്, ഒരുപാട് ആളുകൾ മരണപ്പെട്ടു. മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ ഒരുപാട് വർഗീയ കലാപങ്ങൾ ഉണ്ടായി. ഒരുപാട് സ്ത്രീകളെ മാനഭംഗത്തിലും പീഡനത്തിനും ഇരയായിട്ടുണ്ട്. ഒരുപാട് വുമൻസും ചിൽഡ്രനും അനാഥരായി പോയിട്ടുണ്ട്. എത്രയോ ജീവനുകൾ. ആ പുസ്തകങ്ങൾ ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എന്നൊക്കെ പറഞ്ഞ പുസ്തകങ്ങൾ വായിക്കുക. അപ്പോൾ വായിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഭീകരത നമുക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ഇത് ഓർത്ത് വെക്കുക, എന്തൊക്കെയാണ് പാർട്ടീഷൻ്റെ ഇമ്പാക്റ്റുകൾ എന്നുള്ളത്. ഇനി എന്തൊക്കെയാണ് ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ? അതിലൊന്നാമത്തെ വെല്ലുവിളിയാണ് റീഹാബിലേഷൻ. അത് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസിലി സ്റ്റേറ്റ്, ഈ മറ്റ് രാജ്യങ്ങളിലെ പ്രദേശങ്ങളെ എന്ത് ചെയ്യുക, ഫ്രഞ്ച് ഇൻകോർപ്പറേഷൻ ഓഫ് ഫ്രഞ്ച് ടെറിട്ടറി. പോർച്ചുഗീസുകാരുടെ കയ്യിലും ഫ്രാൻസുകാരുടെ കയ്യിലും കുറച്ച് രാജ്യങ്ങളുണ്ടായി, കുറച്ച് സ്ഥലങ്ങളുണ്ടായി, അത് മോചിപ്പിക്കുക. അതുപോലെ തന്നെ ലിംഗ്വിസ്റ്റിക് ബേസിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതാക്കുക. ഫോർമുലേറ്റിംഗ് ദ ഇൻഡിപെൻഡൻറ്റ് ഫോറിൻ പോളിസി, സ്ട്രെങ്തനിങ് ദ ഇന്ത്യൻ എക്കോണമി, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഇതാക്കുക. ഇത്തരത്തിലുള്ള വെല്ലുവിളികളാണ്. ഇനി ഓരോ വെല്ലുവിളികളൊക്കെ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷൻ. ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ 565 നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഇവരൊക്കെ ഒറ്റ രാജ്യം, ഇവരൊക്കെ വേറെ രാജ്യം, ബ്രിട്ടീഷ് ഭരണ പ്രദേശങ്ങളും നാട്ടുരാജ്യങ്ങളും ഉണ്ടായി, ഒറ്റ രാജ്യങ്ങളായി. ഇവരൊക്കെ ഒറ്റ രാജ്യങ്ങളായി മാറിയാൽ ഇന്ത്യയിൽ എന്താണ് ഇന്റേണൽ ആയിട്ടുള്ള സെക്യൂരിറ്റി ത്രെഡ് ഉണ്ടാവും. അപ്പോൾ ഇവരൊക്കെ ഒരുമിച്ച് ഒരൊറ്റ രാജ്യമാക്കി മാറ്റുക എന്നുള്ളതാണിത്. അതിന് പട്ടേൽ, അന്നത്തെ ഹോം മിനിസ്റ്റർ ആയിട്ടുള്ള സർദാർ വല്ലഭായ് പട്ടേലും VP മേനോനും കൊണ്ടുവന്ന ഒരു നിയമമാണ് ഇത്, ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷൻ, ലയന കരാർ. ഏതാണ്? ലയന കരാർ എന്നാണ് അതറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൽ പക്ഷേ ജുനഗഡും കാശ്മീരും ട്രാവൻകൂർ, തിരുവിതാംകൂർ, ഹൈദരാബാദൊക്കെ എന്ത് ചെയ്തു, റെഫ്യൂസ്. പക്ഷെ അവരെ സൈനിക നീക്കത്തിലൂടെ ചില രാജ്യങ്ങളെ എന്ത് ചെയ്തു, ഇന്ത്യയിലേക്ക് ലയിപ്പിച്ചു. അവർക്ക് എന്ത് ചെയ്തു, പ്രിവി പേഴ്സുകൾ നൽകി ഇന്ത്യയിലേക്ക് ഇതാക്കി. അതിന് നേതൃത്വം നൽകിയ രണ്ടാൾക്കാരെ പേര് മറക്കണ്ട, പട്ടേലും സർദാർ വല്ലഭായ് പട്ടേലും VP മേനോനും. ഇനി ഇവരെ അസസ് ചെയ്തത് മറ്റു രാജ്യങ്ങൾ. ഫ്രാൻസിനെ 1954 എന്ത് ചെയ്തു, ലയിപ്പിച്ചു. ഫ്രാൻസിന്റെ കീഴിലുള്ള പോണ്ടിച്ചേരി, മാഹി, ആനം, കാരക്കൽ ആൻഡ് ചന്ദ്രനഗർ. അത് പോർച്ചുഗീസുകാരെ 2 കല്ലിൽ 1954 ദാദ്ര നഗർ ഹവേലി എന്ന് പറയുന്ന രാജ്യങ്ങളും, അതുപോലെ പോർച്ചുഗീസുകാർ 1961 ഗോവ, ദാമൻ, ദിയു എന്നീ സ്ഥലങ്ങളും കൂടി ഇതായി. ഇന്ത്യയിൽ ആദ്യം വന്ന യൂറോപ്യൻ ശക്തിയും അവസാനം പോയ വിദേശ ശക്തിയുമായി റെക്കോർഡാക്കാൻ നമ്മുടെ പോർച്ചുഗീസുകാർക്കാണ്. ഓക്കെ, ഓർത്തു വെക്കുക. ഇനി ലിംഗ്വിസ്റ്റിക് ബേസ്, ഭാഷാതരത്തിലുള്ള പ്രശ്നങ്ങൾ. 1920 തന്നെ ഇന്ത്യയിൽ ഭാഷാതരത്തിലുള്ള ഭാഷയുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണം, സംസ്ഥാനങ്ങൾ രൂപീകരിക്കണം എന്നുള്ളത് തീരുമാനം. അന്ന് തന്നെ കോൺഗ്രസ് അങ്ങനെ ചെയ്യണം എന്ന് പറയുന്നു. 1948 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ത് ചെയ്തു, SK ദാർ ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസ് കമ്മീഷൻ ആൻഡ് കോൺഗ്രസ് JVP കമ്മിറ്റി, ഇത് 3 ആൾക്കാരാണ് ഉണ്ടായിരുന്നത്, ടു സ്റ്റഡി ദ ഡിമാൻഡ്. ഇത് പഠിക്കാൻ JVP കമ്മിറ്റി ഏതൊക്കെയാണ്? പട്ടേൽ ഉണ്ടായിരുന്നു, അതിൽ നെഹ്റു ഉണ്ടായിരുന്നു, പട്ടാഭി സീതാരാമയ്യ എന്ന് പറയുന്ന ആൾക്കാർ
ആരാണ്? JVP കമ്മിറ്റി. അങ്ങനെ 1951 പൊട്ടി ശ്രീരാമലു എന്ന് പറയുന്ന ഒരാൾ ആന്ധ്ര എന്ന് പറയുന്ന ഒരു സംസ്ഥാനം രൂപീകരിക്കണമെന്ന് പട്ടിണി കിടന്ന് ഉപവാസം. ഏറ്റവും വലിയ ഇതെന്താണെന്ന് വെച്ചാൽ ഈ പൊട്ടി ശ്രീരാമലു എന്ത് ചെയ്തു? കുറച്ച് കഴിഞ്ഞപ്പോൾ നിരാഹാരം കഴിയുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായത്. വലിയ തോതിലുള്ള വലിയ തോതിലുള്ള സമരങ്ങൾ ആ കാലഘട്ടത്തിലുണ്ടായി. അങ്ങനെ ആന്ധ്രാപ്രദേശ് എന്ത് ചെയ്തു? 1953 ഒക്ടോബർ 1 ഇതായി. അങ്ങനെ ഗവൺമെൻറ് എന്ത് ചെയ്തു? ഭാഷാടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണം? സംസ്ഥാനങ്ങൾ രൂപീകരിക്കണം. അതിന് ഫസൽ അലി കമ്മീഷനും അതിലെ അംഗങ്ങളാണ് KM പണിക്കരും HN കുറുപ്പും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആരൊക്കെയാണ് അംഗങ്ങൾ? 1953 ഇവരൊരു കമ്മീഷൻ ആക്കുകയും ആ കമ്മീഷൻ എന്ത് ചെയ്തു? അവരുടെ പഠനത്തിൽ നിന്ന് 1956 എന്ത് ചെയ്തു? ഈ ലിംഗ്വിസ്റ്റിക് ബില്ല് അവതരിപ്പിക്കുകയും 14 ജില്ലകൾ എന്താണ് ആൻഡ് 6 യൂണിയൻ ടെറിട്ടറികളും. അതങ്ങനെയാണ് 1956 നവംബർ 1 ഇന്ത്യ എന്ത് ചെയ്യാണ്? കേരളം സ്വതന്ത്രമാകുന്നത് ആ ദിവസമാണ്. ഓക്കെ, ഇനി അടുത്തത് ഇന്ത്യൻ എക്കണോമിക് സിസ്റ്റത്തെ എങ്ങനെയാണ് വലിയ തോതിൽ ഇന്ത്യയിൽ എന്ത് ചെയ്യാണ്? ഇന്ത്യയിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടായ ഒരു കാലഘട്ടമായിരുന്നു അത്. ബ്രിട്ടീഷുകാരെല്ലാം കൊണ്ടുവന്നു, തരിപ്പണമാക്കിയിരുന്നു ഇന്ത്യൻ എക്കോണമി. ആ ഇന്ത്യൻ എക്കോണമിയെ എങ്ങനെ സ്ട്രെങ്തൻ ചെയ്യാമെന്നുള്ളത് ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊണ്ടുവന്ന ആളാണ് ആര്? അതിന് നേതൃത്വം നൽകിയത് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാന നെഹ്റുവിയൻ എക്കണോമിക്സ് കൊണ്ടുവന്നു. നെഹ്റുവിൻ്റെ ഭരണഘടന. അദ്ദേഹം ആദ്യം ചെയ്തത് ഒരു പ്ലാനിംഗ് കമ്മീഷൻ, ഒരു ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചു. 1950 അത് കൊണ്ടുവന്നു. നെഹ്റു എന്താണ്? ചെയർമാനായി മാറി. മിക്സഡ് എക്കോണമിയാണ് എന്ത് ഇന്ത്യ സ്വീകരിച്ചത്. പബ്ലിക് സെക്ടറിന്, പൊതുമേഖലക്ക് എന്ത് ചെയ്തു? ഇതാക്കി. അതുപോലെ തന്നെ 5 ഇയർ പ്ലാൻ കൊണ്ടുവന്നു. 1951 എന്ത് ചെയ്തത്? ഈ 5 ഇയർ പ്ലാന് ഇതാക്കിയത്. ഇതിൽ 5 ഇയർ പ്ലാനിന് ഫസ്റ്റ് പ്ലാൻ അഗ്രികൾച്ചറിനായിരുന്നു, കൃഷിക്കായിരുന്നു. രണ്ടാമത്തെ പ്ലാനിൽ ഇൻഡസ്ട്രിയൽ സെക്ടറിലാണ്. അതിൽ പ്രധാനപ്പെട്ട ഡാമുകളൊക്കെ ഇതാക്കി. ബക്രാനങ്കൽ, ഹിറാഗുഡ്, ദാമോദർ വാലി എന്ന് പറയുന്ന 3 പ്രധാനപ്പെട്ട ഡാമുകളൊക്കെ ഇന്ത്യയിൽ സ്ഥാപിച്ചു. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ഇന്ത്യയിൽ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഉണ്ടാകാൻ ഇതും ഒരു മാച്ച് ഓഫ് ഫോളോയിങ്ങിനൊക്കെ ചോദിക്കൂട്ടോ. ഏതൊക്കെയാണോ അതിൽ? റൂർക്കലയിൽ ഉണ്ടാക്കിയത് ഒഡീഷയിൽ ജർമ്മനിയുടെ സഹായത്തോടെ ഉണ്ടായ ഇൻഡസ്ട്രിയൽ സെൻറ്റർ. ബിലായ് ബിലായിൽ ഏതാണ്? ഛത്തീസ്ഗഡ്, USSRലാണ്. ദുർഗാപൂർ വെസ്റ്റ് ബംഗാൾ, UK-യിലാണ്. UK-യുടെ സഹായത്തോടെയാണ്. ബൊക്കാറോ ജാർഖണ്ഡിൽ, USSRൻ്റെ സഹായത്തോടെ. ഇതൊരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് കേട്ടോ. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട അയൺ ആൻഡ് സ്റ്റീൽ സെൻറ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത്. ഇനി ഗ്രീൻ റവല്യൂഷൻ ഇന്ത്യയിൽ കാർഷിക മേഖലയിൽ വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് MS സ്വാമിനാഥൻ്റെ കീഴിലുണ്ടായ പ്രധാനപ്പെട്ട ഇതാണ് ഗ്രീൻ റവല്യൂഷൻ, ഹരിത വിപ്ലവം. ആരാണ് ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്? MS സ്വാമിനാഥന് HYV സീഡ്സ്, ഹൈബ്രിഡ് സീഡ്സുകൾ കൊണ്ടുവന്നിട്ട് കാർഷിക മേഖലയിൽ വലിയ തോതിലൊരു വലിയ കുതിച്ചുചാട്ടം ഇന്ത്യക്ക് ഇതാക്കാൻ പറ്റി. നല്ല ഇറിഗേഷൻ ഡെവലപ്മെൻറ്റും നല്ല സീഡും നല്ല പെസ്റ്റിസൈഡ്സും ഒക്കെ ഉപയോഗിച്ചതോട് കൂടിയിട്ട് ഇന്ത്യയിൽ എന്താണ് ഭക്ഷണത്തിന്, അരി ഉൽപ്പാദനത്തിലൊക്കെ മുന്നിട്ട് നിൽക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. അതുപോലെ തന്നെ വൈറ്റ് റവല്യൂഷനിൽ ഉണ്ടാകുന്നത് ആരാണ്? മിൽക്ക് പ്രൊഡക്ഷൻ, ധവള വിപ്ലവം എന്നാണ് അതിന് പറയുക. വർഗീസ് ക്യൂരിയൻ ഇതിലുണ്ടാകുന്നത് ബ്ലൂ റവല്യൂഷൻ. പിന്നെ അടുത്തതാണ് ബ്ലൂ റവല്യൂഷൻ. വൈറ്റ് റവല്യൂഷൻ പാലിൻ്റെ ക്ഷീര ഉൽപ്പാദനത്തിൽ വലിയ തോതിൽ മുന്നേറ്റം ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഫിഷ് പ്രൊഡക്ഷനിൽ ഉണ്ടാകുന്നതാണ് ബ്ലൂ റവല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഇന്ത്യയിലെ വിദേശ നയങ്ങൾ ഏതൊക്കെയാണ്? പഞ്ചശീൽ പ്രിൻസിപ്പിൾ 1954 കൊണ്ടുവന്ന നിയമമാണ്. അതിൽ ഒപ്പിട്ടത് നെഹ്റു, ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ. ചൈനയിൽ നിന്ന് ആരാണ്? ചൗ എൻ ലായ് ആണ്. 1900 ഇന്ത്യ ചൈനയും തമ്മിലുള്ള ഫോറിൻ പോളിസി ഒരു വിദേശ ബന്ധമാണ്. മ്യൂച്വൽ റെസ്പെക്ട് ചെയ്യണം, പരസ്പരം ആക്രമിക്കാതിരിക്കുക, പീസ്ഫുൾ കോഎക്സിസ്റ്റൻസ്, ഇത്തരത്തിലുള്ള പോയിന്റുകളാണ്. പരസ്പരം ആക്രമിക്കരുത്, പരസ്പര സഹകരണം ഉണ്ടാവണം,
സഹവർത്തിത്വത്തോടുകൂടി ഇതാകണം. അതാണ് ഇത്. ആരൊക്കെയാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ? ആരാണ്? നെഹ്റു. ചൈനയാണ് ചൗ എൻലായ്. ഇനി എന്താണ് നോൺ അലൈൻമെന്റ് മൂവ്മെന്റ്? രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്തിൽ 2 ബ്ലോക്ക് ഉണ്ടായി. ഒന്ന് അമേരിക്കൻ്റെ നേതൃത്വത്തിലും അമേരിക്ക vs USSR, അതായത് പഴയ ഇന്നത്തെ റഷ്യൻ്റെ ഒക്കെ ഭാഗം ഉണ്ടായിരുന്ന സോവിയറ്റ് യൂണിയൻ, പഴയ രാജ്യം. അത് നശിച്ചു പോയതാണ്, ഇല്ലാതെ പോയതാണ്, പല രാജ്യങ്ങളായിട്ട് പോയി. ഇവർ തമ്മിൽ ഇതായി. അപ്പോൾ ഇവർ രണ്ടെണ്ണത്തിലും ചേരാതെ ആ ഒരു സമയത്ത് 1950 ആ സമയത്ത് സ്വതന്ത്രമായ രാജ്യങ്ങളുമായിട്ട് ഒപ്പം കൂടിയിട്ട് ഇന്ത്യ എന്ത് ചെയ്തു? ചേരാ നയം. പരസ്പരം ഒരു ചേരിയിലും ചേരാതെ ഒറ്റക്ക് നിൽക്കാനുള്ള ഒരു നയമാണ് ചേരാ നയം. അതിൽ നേതൃത്വം നൽകിയത് ഇന്ത്യന് നെഹ്റു, പിന്നെ എന്താണ് മാർഷൽ ടിറ്റോ എന്ന് പറയുന്ന ഒരാളുണ്ടായിന്. സുക്കർണോ ഇന്തോനേഷ്യക്കാരനാണ്. കമാൽ അബ്ദുൽ നാസർ. ആരാണ്? കമാൽ അബ്ദുൽ നാസർ. ഇത് ഈജിപ്തുകാരനാണ്. ഇവരൊക്കെയാണ് ഒപ്പം ഉണ്ടായിന് കേട്ടോ. പിന്നെ ഗാനിത്ത് ഒരാളുണ്ടായിന്, ക്വാമി എൻക്രൂമ. അതൊക്കെ എക്സ്ട്രാ പോയിന്റുകളാണ്, എഴുതി വെച്ചാൽ കുറച്ചൊക്കെ മാർക്ക് കിട്ടും. ഇത്രയും കാര്യങ്ങൾ ഇവരൊക്കെയാണ് പ്രധാനമായിട്ടും ലീഡേഴ്സ് ആയിട്ടുണ്ടായിരുന്നത്. നോൺ അലൈൻമെന്റ് മൂവ്മെന്റ്, ചേരാ. പരസ്പരം 2 ചേരിയിലും ഞങ്ങൾ ചേരുന്നില്ല, അമേരിക്കയിലും ചേരുന്നില്ല, USSRലും ചേരില്ല, ഞങ്ങൾ ഒറ്റ പുതിയ രാജ്യമായിട്ട് ഇതാകാണ്. ഇതാ ഒരു നല്ല ക്വസ്റ്റ്യൻ വരും. എന്താണ് കേരള മോഡൽ ഡെവലപ്മെന്റ്? എന്താണ് ഹെൽത്ത് സെക്ടറിൽ കേരളം അച്ചീവ് ചെയ്തത്? ഒന്നെന്താണ്, ഇന്ത്യയിൽ തന്നെ ഏറ്റവും ശിശു മരണ നിരക്ക് കുറവുള്ളൊരു ഇതാണ്. അതുപോലെ തന്നെ ലോ മെറ്റേണൽ മോർട്ടാലിറ്റി കുറവുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അതുപോലെ തന്നെ നല്ല ആയുർദൈർഘ്യമുണ്ട്, പോപ്പുലേഷൻ, ഹൈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. ഇതൊക്കെ കൊണ്ടാണ് കേരളത്തിലെ ഡെവലപ്മെൻറ്റ് മോഡൽ എന്ന്. അതുപോലെ ഹെൽത്ത് സെക്ടർ, ഇപ്പോൾ കേരളത്തിലാണ് ആദ്യമായിട്ടല്ല നിപ്പ, കൊറോണ, ഈ വൈറസൊക്കെ കേരളം അതിജീവിച്ചാണ്. ഇതിൽ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ളൊരു സാധനമാണ് 2018 നിപ്പ. ഈ നിപ്പ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ കൊറോണ മാതിരിയല്ല, ഭയങ്കര ഡെത്ത് റേറ്റ് കൂടുതലാണ്. 18 ആൾക്കാരിൽ ബാധിച്ചിട്ട് 16 ആൾക്കാർ ഒന്ന് മരണപ്പെട്ടിട്ടുണ്ട്. 2 ആൾക്കാരെ കഴിച്ചിട്ടായിട്ടുള്ളൂ. ഡെത്ത് റേറ്റ് വളരെ കൂടുതലായിട്ടുള്ളൊരു രോഗമാണ് നിപ്പ. ഈ നിപ്പയെ പിടിച്ചു കെട്ടിയത് കേരളത്തിലെ ആരോഗ്യരംഗത്ത് വലിയ ഇതുണ്ടായത്. വലിയ ലോകരാജ്യങ്ങളിൽ തന്നെ നല്ല അവാർഡ് അന്നത്തെ ആരോഗ്യമന്ത്രിക്ക് കെ ശൈലജ ടീച്ചർക്ക് അത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വലിയ ഹെൽത്ത് സെക്ടറിൽ അതൊക്കെ എഴുതി വെക്കണം കേട്ടോ. നിങ്ങൾ പോയിന്റ് എക്സ്ട്രാ കാര്യങ്ങൾ എഴുതുക. എന്തുകൊണ്ടാണ് ഹെൽത്ത് സെക്ടർ ഇൻ കേരള എന്ന് പറയുന്നത്? അതുപോലെ തന്നെ ഇന്ത്യയിലെ കേരളത്തിലെ മറ്റൊരു പ്രത്യേകതയാണ് എഡ്യൂക്കേഷനിൽ വലിയ തോതിൽ എക്സലൻസ് ഉണ്ട്. അതുപോലെ തന്നെ പബ്ലിക് ഹെൽത്ത് ആക്സസ്, പോവേർട്ടി അലിവേഷൻ, റേഷൻസ് കട സംവിധാനം, കുടുംബശ്രീ, ഡെമോക്രാറ്റിക് റീസെൻട്രലൈസേഷൻ. കേരളത്തിൽ 50% സംവരണം പഞ്ചായത്തുകളിൽ സ്ത്രീകളാണ്. നിങ്ങളെ പഞ്ചായത്തുകളിലൊക്കെ നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ചാൽ മതി. സ്ത്രീകൾ ഉന്നമനത്തിനായിട്ട് വരണം, 50% പ്രസിഡന്റ് സ്ത്രീകൾ വരണം. അങ്ങനത്തെ നിയമങ്ങളെ ഒക്കെ കൊണ്ടുവന്നത് ഈ അതാണ് കേരള ഡെവലപ്മെന്റ് മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് എമർജൻസി? ഇത് നമ്മൾ വിശദമായിട്ട് പറഞ്ഞാണ്. ഇത്രങ്ങൾ ഇവിടെ ഈ സ്ലൈഡൊക്കെ ഇവിടെ ശ്രദ്ധിച്ച ഈ എമർജൻസിയിൽ നിങ്ങൾക്ക് ഇതുണ്ടാകും. 1971 മുതൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലാകമാനം വലിയ തോതിലുള്ള ഇന്ദിരാഗാന്ധിക്കെതിരെ വലിയ തോതിലുള്ള ഒരു പ്രക്ഷോഭം ഉടലെടുക്കുകയാണ് ചെയ്തത്. അതിൽ എന്താ ചെയ്യാണ്, കാർഷിക രംഗത്ത് കൃഷിയിൽ വലിയ തോതിൽ തകർച്ച ഉണ്ടായി. അതുപോലെ തന്നെ വിദ്യാഭ്യാസ രീതിയിലും വിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികളൊക്കെ എന്ത് ചെയ്തു, സ്റ്റുഡൻസ് അജിറ്റേഷൻ, സ്റ്റുഡൻസിൻ്റെ വലിയ തോതിൽ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വലിയ തോതിലുള്ള ഭരണവിരുദ്ധ വികാരം ഇന്ദിരാഗാന്ധി ഗവൺമെൻറ്റിന് ഉടലെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഫുഡ് ഷോർട്ടേജ്, ഇൻഫ്ലാഷൻ ഉണ്ട്. അതിന് ഒക്കെ പ്രധാനമായിട്ടും ഇതിന് എമർജൻസിക്ക് ഇതായിരുന്നു പ്രധാനപ്പെട്ട കാരണം. 1975 ഒരു അലഹബാദ് ഹൈക്കോടതി വിധിയാണ്. രാജ് നാരായൺ എന്ന് പറയുന്ന ഒരാൾ കൊടുത്ത ഒരു വിധിയിൽ എന്ത് ചെയ്യപ്പെടുകയാണ്, അദ്ദേഹം എന്ത് ചെയ്യാണ്, ഒരു റായ്ബറേലി മണ്ഡലത്തിൽ ഇന്ദിരാഗാന്ധി മത്സരിച്ചപ്പോൾ പോലീസിനെ ഉപയോഗിച്ച് പ്രചരണം നടത്തി എന്നുള്ള ഒരു അഫിലിയേഷൻ കോടതിയിൽ ഫയൽ ചെയ്യാം. അത് അംഗീകരിച്ചു.
അങ്ങനെ ഇന്ദിരാഗാന്ധിയുടെ MP സ്ഥാനം MP സ്ഥാനം അയോഗ്യനാക്കപ്പെടുകയാണ്. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആണെങ്കിൽ ലോക്സഭയിലോ രാജ്യസഭയിലോ ആണ്. MP ആയതോടുകൂടി പ്രൈം മിനിസ്റ്റർ സ്ഥാനം രാജിവെക്കണം. ഈ പ്രൈം മിനിസ്റ്റർ സ്ഥാനം രാജിവെക്കാൻ ഇന്ദിരാഗാന്ധിക്ക് സമ്മതമായില്ല. അങ്ങനെ ഭരണഘടനയിൽ തപ്പി നോക്കി ആർട്ടിക്കിൾ 352 പറയുന്നുണ്ട്, രാജ്യത്ത് എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഗവൺമെന്റിന് പ്രസിഡന്റിനോട് നാഷണൽ എമർജൻസിക്ക് ഇതാക്കാൻ പറ്റും. അതാണ് നാഷണൽ എമർജൻസി. ഇന്ദിരാഗാന്ധിയുടെ അധികാരം എന്ത് ചെയ്യാണ്, സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇന്ദിരാഗാന്ധി നടപ്പിലാക്കിയതാണ്. അത് ഈ ചിത്രത്തിലുണ്ട്. ഡിക്ലെയർഡ് എമർജൻസി ജൂൺ 25 കേട്ടോ. എന്നാണ് 1975 ജൂൺ 25 നാഷണൽ എമർജൻസി ഇതാക്കിയത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇതിൽ ഓർത്ത് വെക്കുക. എന്താണ് റീസൺ എന്നുള്ളതും ഒന്ന് ഓർത്ത് വെക്കുക. അതിനുശേഷം ഇന്ദിരാഗാന്ധി 1977 എന്ത് ചെയ്യാണ്, എമർജൻസി അവസാനിപ്പിക്കുകയാണ്. പക്ഷേ പിറ്റത്തെ ഇലക്ഷനിൽ ജനതാ ഗവൺമെൻറ്, മൊറാർജി ദേശായിയുടെ ജനതാ ഗവൺമെൻറ് എന്ത് ചെയ്യുകയാണ്, അധികാരത്തിൽ വരികയാണ് ചെയ്തത്. ഇതാണ് എമർജൻസി എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പഠിക്കണം. എന്താണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഇതൊന്നും പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഇന്ദിരാഗാന്ധിയാണ് അതിലെ പ്രധാനപ്പെട്ടത്. ഈ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് ഗവർണർ. അപ്പോൾ ഗവർണർ ഇത് ഗവൺമെൻറ് ഉൾപ്പെടുത്തിയൊരു പാഠഭാഗമാണ്. അപ്പോൾ ഇതിനൊരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ഗവർണർ പ്രസിഡന്റിന് തുല്യമായി സംസ്ഥാനത്തുള്ള ഒരാളാണ് ആര്, ഗവർണർ. ഇവർക്ക് നിയമസഭാ അധികാരങ്ങൾ, നിയമനിർമ്മാണത്തിൽ കുറച്ച് അധികാരങ്ങളുണ്ട്. ഒന്ന് നിയമസഭ വിളിച്ചു ചേർക്കുക, സഭാ സമ്മേളനങ്ങൾ ഇതാക്കുക എന്നുള്ളതാണ്. നിയമനിർമ്മാണ വർഷത്തിൽ ഒരിക്കൽ നിയമസഭയെ അഭിസംബോധന ചെയ്യണം. ഈ സഭയിൽ അംഗീകരിച്ച ബില്ലുകൾ, നിയമങ്ങൾക്ക് എന്താണ് അംഗീകാരം നൽകുക, ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കുക, അതുപോലെ തന്നെ ബജറ്റും ധനബില്ലുകളും ഒക്കെ എന്താണ് അവതരിപ്പിക്കാൻ മുൻകൂർ അനുമതി നൽകുക എന്നുള്ളതാണ് ലെജിസ്ലേറ്റീവ് പവർ. ഇനി എന്താണ് എക്സിക്യൂട്ടീവ് പവർ? എന്താണ് ഗവർണർ? എന്താണ് എല്ലാ എക്സിക്യൂട്ടീവ് പവറുകളും ഗവർണറുടെ നിക്ഷിപ്തമാണ്. ഇനി ആർക്കെങ്കിലും ഭൂരിപക്ഷം കിട്ടാത്ത അവസ്ഥ വരികയാണ് ഗവൺമെന്റ് രൂപീകരിക്കാൻ, അപ്പോൾ ഗവർണറിന് തീരുമാനിക്കുക ആരാണ് വരേണ്ടത് എന്നുള്ളത്. പിന്നെ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയൊക്കെ നിയമിക്കുന്നത് ഗവർണറാണ്. എന്താണ് അഡ്വക്കേറ്റ് ജനറൽ? ഗവൺമെന്റിന് ഒരു വക്കീലുണ്ടാവും, അതാണ് ഇത് അഡ്വക്കേറ്റ് ജനറൽ. ഈ PSC അംഗങ്ങൾ, നിയമനങ്ങളൊക്കെ നടത്തേണ്ട ആൾക്കാരാണ് PSC അംഗങ്ങൾ. ആദ്യം PSC ചെയർമാനും PSC അംഗങ്ങളെ ഒക്കെ ഇപ്പോൾ ജോലി അധ്യാപകരെയൊക്കെ, അതുപോലെ തന്നെ വിവിധ ഓഫീസുകളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളെ PSC എഴുതാനൊക്കെ കേട്ടിട്ടില്ലേ? ആ PSCയിലെ ചെയർമാനെ നിയമിക്കുന്നവരാണ് ഗവർണറാണ് എന്നുള്ളതാണ്. ഇനി അടുത്തത് നീതിന്യായ കോടതിയിൽ എന്താണ് ജഡ്ജിമാരെ നിയമിക്കുന്നതും ഒക്കെ ഇതാക്കുന്നതാണ്. അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങൾക്ക് ചിലതൊക്കെ ഗവർണറിന് ശിക്ഷ ഇളവ് കൊടുക്കാൻ പ്രസിഡന്റിൻ്റെ അതുപോലെ തന്നെ ഫുള്ളായിട്ടില്ല, ചിലതൊക്കെ സംസ്ഥാനത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ അതും ഗവർണർക്ക് കഴിയുന്നതാണ്. അതുപോലെ തന്നെ വിവേചനാധികാരം, ഡിസ്ക്രിഷണറി പവർ. ഈ ഞാൻ പറഞ്ഞു ആർക്കും ഭൂരിപക്ഷമില്ലാത്ത സമയത്ത് ആർക്കാണ് ഏറ്റവും മന്ത്രിസഭ ഉണ്ടാക്കാൻ പറ്റുകയാണ്. ഇപ്പോൾ 140 അംഗങ്ങൾ ഉണ്ടെങ്കിൽ 71 ആൾക്കാരെ പിന്തുണ ഉണ്ടാകണം. ആർക്കാണ് 71 ആൾക്കാർക്ക് പിന്തുണ ഉണ്ടാകുന്നതെന്ന് ഗവർണറിന് തീരുമാനിച്ച് ഗവർണറിന് മന്ത്രിസഭ ഉണ്ടാക്കാൻ അധികാരം നൽകാം. ഇനി എന്താണ്, അതാണ് വിവേചനാധികാരത്തിൽ ഒന്നാമത്തത്. പിന്നെന്താണ്, സംസ്ഥാനത്തിൻ്റെ ഒരു റിപ്പോർട്ട് രാഷ്ട്രപതിക്ക് സമർപ്പിക്കുക. രാഷ്ട്രപതിയുടെ ഒരു ഏജന്റാണ് ആ റിപ്പോർട്ട് സമർപ്പിക്കുക ആർക്ക്, സംസ്ഥാനം. അതുപോലെ തന്നെ നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകൾ അതിനെന്ത് ചെയ്യാം, അംഗീകാരം നൽകുന്നുണ്ടോ അംഗീകാരം നൽകുന്നില്ലേ എന്ന് എന്ത് ചെയ്യാം, ഗവർണറിന് തീരുമാനിക്കാം. പക്ഷേ ഭേദഗതി നിയമിച്ച് അതൊരു വട്ടം സഭയിൽ പിന്നെയും അത് കടന്നു വന്നാൽ, പിന്നെയും തിരിച്ച് ഗവർണർക്ക് എത്തിയാൽ ഗവർണർ എന്ത് ചെയ്യണം? ഇതാണ്. ഇപ്പം ഞാൻ കൃഷിയുമായിട്ടൊരു ബില്ല് അവതരിപ്പിച്ചു. കൃഷിയുമായിട്ട് ബില്ല് അവതരിപ്പിച്ച ഗവർണർ പറഞ്ഞു, ഇതിൽ കുറച്ച് തെറ്റുകളുണ്ട്, അത് നിങ്ങളൊന്ന് തിരുത്തിയിട്ട് ഒന്നും കൂടി പരിഷ്കരിച്ച് തരണം. രണ്ടാമതും നിയമസഭയിൽ അവതരിപ്പിച്ചു. ഈ കൃഷി ബില്ല് എന്താണ്, പിന്നെയും പാസ്സാകാണ്. അപ്പോൾ ഗവർണർ എന്ത് ചെയ്യണം? സൈൻ ചെയ്യണം. അത് ഗവർണറുടെ വിവേചനാധികാരം. ഒരു വട്ടം പിന്നെ, പക്ഷെ അത് രണ്ടാമതെത്തുമ്പോൾ എന്ത് ചെയ്യണം, ഗവർണർ അതിന് ഒപ്പേൽക്കണം. ഇനി ഗവർണറിന് അതെന്താണ്, രാഷ്ട്രപതിക്ക് അയക്കാനും സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഗവർണറിൻ്റെ ഫീച്ചർ. ഓക്കെ, ഇനി എന്താണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൻ്റെ പ്രധാനപ്പെട്ട ഒന്ന് ഏതൊക്കെയാണ്?
വേരിയസ് ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ്? ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ഉണ്ട്, ഫിസിക്കൽ ക്വാളിറ്റി ഇൻഡെക്സ് ഉണ്ട്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സ്കീം ഉണ്ട്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സൂചകങ്ങൾ. എന്തൊക്കെയാണ് ഇതിൽ? ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ കാണിക്കുന്നത് ലൈഫ് എക്സ്പെക്റ്റൻസി, അതുപോലെ തന്നെ പെർ ക്യാപിറ്റ ഇൻകം, അതുപോലെ തന്നെ ലിറ്ററസി റേറ്റ്. ഇതൊക്കെയാണ് നമ്മളെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് മനുഷ്യൻ്റെ ഡെവലപ്പ് ചെയ്തിരിക്കണമെന്നുള്ളത് ഇതിലൊക്കെയാണ് നോക്കുക. ഇനി ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൻ്റെ ഇതെങ്ങനെ കാറ്റഗറി എങ്ങനെയാണ് നോക്കുക? ഇത് 0നും 1 ഇടയിലുള്ള സൂചകങ്ങളാണ് കേട്ടോ. ബിലോ 0.5 ഇതിലാണെങ്കിൽ ലോ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് പോയിന്റുകളാണ് കേട്ടോ. മീഡിയം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് പറയുമ്പോൾ 5ൻ്റെയും 6ൻ്റെയും ഇടയിൽ, 7ൻ്റെയും 8ൻ്റെയും ഇടയിലാണെങ്കിൽ, 8ൻ്റെ മേലക്കാണെങ്കിൽ വെരി ഹൈ, നല്ല വികസനമുണ്ട് എന്നുള്ളതാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. ഇതിൽ ഏറ്റവും കൂടുതലുള്ളത് അയർലാൻഡിനാണ് കേട്ടോ. ഇത്രയും രാജ്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഇതുള്ളത്, ടേബിൾ ഉള്ളത്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇന്ത്യൻ പ്ലാനിങ്ങിന്. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പ്ലാനിങ്ങിനൊരു ഹിസ്റ്ററി ഉണ്ട്. അതിലൊന്നാമത്താണ് എം വിശ്വേശ്വരയ്യ ഒരു 10-year പ്ലാൻ കൊണ്ടുവന്നു. പിന്നെ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി 1931 നെഹ്റു. പിന്നെ ബോംബെ പ്ലാൻ, ടാറ്റനെ കേട്ടിട്ടില്ല ഞങ്ങൾ, ആ ടാറ്റ. പിന്നെ എന്താണ് ഗാന്ധിയൻ പ്ലാൻ, SN അഗർവാൾ കൊണ്ടുവന്നതാണ്. അതുപോലെ തന്നെ MN റോയിൻ്റെ പീപ്പിൾസ് പ്ലാൻ 1950 പ്ലാൻ. ഇതാണ് ഇന്ത്യയിലെ ഒരു ക്രോണോളജി, പ്ലാനിംഗ് കമ്മീഷൻ്റെ ഒരു ക്രോണോളജി എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്ലാനിങ്? ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണ്? ഗ്രോത്ത് ഉണ്ട്, മോഡേണൈസേഷൻ ഉണ്ട്, സെൽഫ് റിലയൻസ് ഉണ്ട്, ഇക്വിറ്റി ഉണ്ട്. ഒന്നെന്താണ് ഗ്രോത്ത്, വളർച്ച. മോഡേണൈസേഷൻ എന്താണ്? മോഡേണൈസേഷൻ അതായത് ആധുനികവൽക്കരണം. അതുപോലെ തന്നെ സെൽഫ് റിലയൻസ്, സ്വയം പര്യാപ്തത, ഇക്വാലിറ്റി, എല്ലാവർക്കും തുല്യത എന്നാണ്. ഒന്ന് ഗ്രോത്ത് ഉണ്ടാകണം, രണ്ടാമത് ന്യൂ ടെക്നോളജി കൊണ്ടുവരണം, അതാണ് മോഡേണൈസേഷൻ. സെൽഫ് റിലയൻസ് ഉണ്ടാവണം, ഇക്വിറ്റി എന്താണ്? സമത്വം അല്ലെങ്കിൽ തുല്യത ഉണ്ടാകണം എന്നുള്ളതാണ്. ഇനി 1950 പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിച്ചത്. ഈ പ്ലാനിംഗ് കമ്മീഷനെ രൂപീകരിച്ചത് 1951. അത് 2014 ആയപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ എന്ത് ചെയ്യുകയാണ്? ഇന്ത്യയിൽ ഇല്ലാതാക്കുകയാണ്. അതിന് പകരം കൊണ്ടുവന്നതാണ് നീതി ആയോഗ്. ഈ നീതി ആയോഗിൻ്റെ ഹെഡ് ആരാണ്? പ്ലാനിംഗ് കമ്മീഷന് പകരം കൊണ്ടുവന്നത് പ്ലാനിംഗ് കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്നതാണ് ഇത് ജനുവരി 2015 നരേന്ദ്രമോദി ഗവൺമെൻറ് കൊണ്ടുവന്നതാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. നീതി ആയോഗിൻ്റെ ചെയർമാൻ പ്രൈം മിനിസ്റ്ററാണ്. അതുപോലെ തന്നെ വൈസ് ചെയർമാനെ നോമിനേറ്റ് ചെയ്യപ്പെടാം. അതുപോലെ തന്നെ ഓൾ ചീഫ് മിനിസ്റ്റേഴ്സും ലഫ്റ്റനൻറ്റ് ഗവർണേഴ്സും ഓഫ് യൂണിയൻ ടെറിട്ടറിയിലെ ലഫ്റ്റനൻറ്റ് ഗവർണറുമാരും ഈ നീതി ആയോഗിൽ ഇതാകാണ്. അതുപോലെ തന്നെ പാർട്ട് ടൈം മെമ്പേഴ്സും ഉണ്ട്. അതുപോലെ തന്നെ 4 സെൻട്രൽ ഗവൺമെൻറ് മെമ്പേഴ്സ്, ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിന് നീതി ആയോഗിൽ ഇത് പ്ലാനിംഗ് കമ്മീഷന് നെഹ്റു കൊണ്ടുവന്ന പ്ലാനിംഗ് കമ്മീഷന് നരേന്ദ്രമോദി എന്ത് ചെയ്തു? ഒരു പുതിയ സിസ്റ്റം കൊണ്ടുവന്നു. അതാണ് നീതി ആയോഗ്. 2015 ജനുവരി 1 ഇത് കൊണ്ടുവന്നത്. ഇനി ഒബ്ജക്റ്റീവ്സ് ഓഫ് നീതി ആയോഗ്. നീതി ആയോഗിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ഇന്ത്യൻ ഡെവലപ്മെൻറ്റിൻ്റെ പ്രയോറിറ്റി നൽകുക, വികസനം നൽകുക. അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സുസ്ഥിര വികസനം നമ്മൾ പഠിച്ചതാണ്. മനുഷ്യൻ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള വികസനം അത് കൊണ്ടുവരാം. എല്ലാ ഇന്നൊവേഷനും എൻ്റർപ്രണർഷിപ്പിനും ജോബ് ക്രിയേഷനും എക്കണോമിക് ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യപ്പെടുക എന്നുള്ളതാണ്. പിന്നെ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനും കൊളാബറേറ്റ് ചെയ്തിട്ട് വിവിധ പരിപാടികൾ കൊണ്ടുവരിക. ഇത്തരത്തിലുള്ളതാണ് ഇന്ത്യൻ നീതി ആയോഗിൻ്റെ പ്രധാന ഫങ്ഷൻസ്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നീതി ആയോഗ് എന്താണെന്നുള്ളത്. ഇനി 1991 വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി ഇന്ത്യയിൽ ഉണ്ടാകുകയാണ്. ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് പകരമായിട്ട് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകാൻ ഉണ്ടായ കുറേ റീസൺസ് ഉണ്ട്. പബ്ലിക് സെക്ടറിലെ ഇൻഎഫിഷ്യൻസി ഒരു വലിയ പ്രതിസന്ധി. ഇത് കൊണ്ടുവരാൻ 1991 സാമ്പത്തിക പരിഷ്കരണം പ്രകാരം കൊണ്ടുവന്ന 3 നിയമങ്ങൾ അതൊന്നും ഓർത്തു വെക്കുക. LPG പാക്കേജ്. എന്താണ് LPG? ലിബറലൈസേഷൻ. എന്താണ് ലിബറലൈസേഷൻ? പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. അതാണ് ഉദാരവൽക്കരണം. ഇന്ത്യൻ എക്കണോമിയിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒന്ന് ലിബറലൈസ് ചെയ്യുക, പ്രൈവറ്റ് ചെയ്യുക. ഇന്ത്യയിൽ എപ്പോഴും ഗവൺമെൻറ്റിന് മാത്രമേ ഉള്ളൂ ഇതിന് ഗവൺമെൻറ് സെക്ടറിന് മാത്രമേ ഉള്ളൂ ഇതിന് പ്രൊമോട്ട് ചെയ്യുന്നത്.
അതിന് പകരം കുറച്ച് സ്വകാര്യ ഏജൻസികൾക്ക്, സ്വകാര്യ വ്യക്തികൾക്ക് എന്ത് ചെയ്യാം, കൊണ്ടുവന്ന ഇതാണ് പ്രൈവറ്റ് സ്വകാര്യവൽക്കരണം. ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഒരു ടേമാണ്. ലോകത്തിലുള്ള സാമ്പത്തിക മേഖലയെ ഇന്ത്യ ലിങ്ക് ചെയ്യപ്പെടുക എന്നുള്ളതാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. LPG പാക്കേജ് അത് 1991 നരസിംഹറാവു ഗവൺമെൻറ് കൊണ്ടുവന്നാണ്. അത് കൊണ്ടുവന്ന ആളെ നിങ്ങൾക്ക് അറിയുണ്ടാവും, നമ്മളെ പഴയ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന 3 പരിഷ്കാരങ്ങളാണ്. ഇതൊക്കെ എക്സ്ട്രാ പോയിൻ്റാണ്. ഇതൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്തിയാൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് കിട്ടാൻ പറ്റും. അപ്പോൾ LPG പാക്കേജ് മറക്കേണ്ട, 1991. ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. SLC കുറച്ച് ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ മക്കളെല്ലാവരും മോഡൽ പരീക്ഷ എഴുതുക, ഒരു പേടിയും വേണ്ട. നല്ല ഉഷാറോടുകൂടി നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചിട്ട് മാർക്കിന് അടിസ്ഥാനത്തിൽ 2.5 മണിക്കൂർ ടൈമിനനുസരിച്ച് നല്ല പ്ലാനിങ്ങോട് കൂടിയിട്ട് എഴുതുക. ഈ ചോദ്യങ്ങളൊക്കെ ഒന്ന് റെഫർ ചെയ്ത് പോയിന്റ് ആക്കിയിട്ട് ഒന്ന് പഠിച്ചാൽ മതി. ഓക്കെ, ലെറ്റ്സ് വൈൻഡ് അപ്പിംഗ് അവർ ക്ലാസ്. ഓക്കെ, താങ്ക് യു. ഗ്ലോബലൈസേഷൻ പറയുമ്പോൾ ആഗോളവൽക്കരണം അല്ലേ? അല്ല, ആഗോളവൽക്കരണം.